ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ശതാബ്ദി കൺവെൻഷൻ്റെ ഒരു ഭാഗമായി രണ്ടാമത്തെ രാത്രി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കർത്താവിനെ പ്രതീക്ഷിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാരുടെയും വിശുദ്ധ ഗണങ്ങളുടെയും ഈ ചുറ്റുവട്ടത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരായിരിക്കുന്ന നല്ലവരായ ദൈവവിശ്വാസികളുടെ നടുവിൽ എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിനെ പ്രസംഗിപ്പാൻ ഒരവസരം കൂടി ദൈവമായ കർത്താവ് ഒരുക്കി തന്നതോർത്ത് ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം വളരെ പ്രാർത്ഥനയോടെ നാളുകൾ പ്രാർത്ഥിച്ചും പണം ചെലവഴിച്ചും എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഈ ശതാബ്ദി കൺവെൻഷനിൽ ഒരു രാത്രി ദൈവവചനം പ്രസംഗിപ്പാൻ എന്നിലൊരു ദൈവകൃപയുണ്ടെന്നറിഞ്ഞ് എന്നെ ക്ഷണിച്ച് ഈ രാത്രിയിൽ ആദരിച്ച് ഇങ്ങനൊരു മുഖാന്തരം ഒരുക്കി തന്നതിന് ഈ അനുഗ്രഹീത ആത്മീക സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ബിനോയ് ആംസ്ട്രോങ് ജെയ്സൺ, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ സി യേശുദാസ്, ബാക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരിക്കുന്ന എല്ലാവരും, നിങ്ങളോടുള്ള എൻ്റെ അഗൈതവുമായ കൃതജ്ഞതയും നന്ദിയും സ്നേഹത്തോടെ ഈ രാത്രിയിലെ പ്രാരംഭ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജി അവറുകൾ വേദിയിൽ മഹനീയ സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ സഭയോട് ബന്ധപ്പെട്ടും ഈ പ്രദേശങ്ങളിൽ കർത്തൃവേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായിരിക്കുന്ന കർത്തൃദാസന്മാർ മനോഹരമായിരിക്കുന്ന ആത്മീക ഗാനങ്ങൾ ആലപിച്ച് ഈ യോഗത്തെ ആത്മീക അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിൽ കർത്തൃവേലയിൽ എൻ്റെ കൂട്ടു സഹോദരൻ കൂടെ ആയിരിക്കുന്ന ഷാരോൻ്റെ നേതൃത്വത്തിലുള്ള കൊയറ്, ബാക്കി ദൈവവചന കേൾവിക്ക് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ദൈവമക്കൾ, ഓൺലൈനിലൂടെ വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഇരുന്ന് ദൈവവചന കേൾവിക്ക് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ദൈവമക്കൾ, കേൾവിക്കാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വാഗ്ദത്തം 2025 എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അനുഗ്രഹീത കൺവെൻഷൻ്റെ രണ്ടാം രാത്രി പരിശുദ്ധ ദൈവത്തിൻ്റെ വാക്കുകളാൽ ദൈവമായ കർത്താവ് നമ്മളെ ധന്യരാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക്, ഈ സഭയ്ക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ആ വാക്കുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ വന്നതുപോലല്ല, അതിലപ്പുറം ദൈവമായ കർത്താവ് തൻ്റെ വചനം കൊണ്ടും വാക്കുകൊണ്ടും നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് വിശ്വാസത്തിൻ്റെ പ്രകടമായി മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്രത്തോളം മഹത്വം കൊടുക്കാമോ അത്രയും മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവനാണ്. ഇന്ന് രാത്രികാലം അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിന് നടുവിലുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളിൽ പലരും അനുഭവിക്കുന്ന ചില മനോദുഃഖങ്ങൾക്ക് ഒറ്റ വാക്കുകൊണ്ട് അറുതി വരുത്താൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവെന്ന് വിശ്വസിക്കാൻ ഇതിനകത്ത് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതങ്ങനെ തന്നെ ഞാൻ സേവിക്കുന്ന എൻ്റെ ആരാധ്യനായ ദൈവത്തിന് വാക്കുകൊണ്ട് ശക്തി വെളിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രികാലം വിശ്വസിച്ചുകൊണ്ട് പറയണം: എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇനി ഞാൻ കേൾക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പ്രഭാഷകനായ ഒരു മനുഷ്യൻ്റെ അധരമോ ശബ്ദമോ ദൈവം ഉപയോഗിച്ചാലും എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ ഇന്ന് രാത്രികാലം ചില വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. കോടതി വിധി പറയുന്നത് പോലെ പരിശുദ്ധ ദൈവം ഇന്ന് രാത്രികാലം ചില വിഷയത്തിന് വിധി പറയുന്ന രാത്രി ആയിരിക്കുമെന്ന് കർത്താവിൻ്റെ സഭ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി സ്വർഗം ചില കാര്യങ്ങളുടെ വിധി പറഞ്ഞ് 17-ാം സങ്കീർത്തനത്തിൽ ഒരു കാട്ടുകോഴിയെപ്പോലെ ശൗല് ദാവീദിനെ ഓടിച്ച് കൊണ്ടു നടക്കുമ്പോൾ 17-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദാവീദ് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു: എനിക്കുള്ള വിധി സ്തോത്രം നിങ്ങൾ നിന്ന് വരുമാറാകട്ടെ എന്ന്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ഒരു പ്രവചന ദൂത് പോലെ ഞാൻ ഈ വാക്ക് വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കും: ഞങ്ങൾക്കുള്ള വിധി വരുന്നത് സ്തോത്രം ഭൂമിയിൽ നിന്നല്ല, ഞങ്ങൾ സേവിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന്
ഈ 100ാമത്തെ കൺവെൻഷനിൽ ഞങ്ങൾക്കുള്ള വിധി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അതിരുകടന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, സ്വർഗത്തിന്റെ വിധിക്കപ്പുറം മറ്റൊരു വിധിയില്ല എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ദൈവം അത് തെളിയിക്കുമെന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം എൻ്റെ മനസ്സിൽ കരുതി വെച്ചതല്ല, ഈ വാചകം ഞാൻ ചിന്തിച്ചു വന്നതല്ല. നിങ്ങളുടെ പുൽപ്പിറ്റിലേക്ക് കയറി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം പ്രതീക്ഷിച്ചു നിന്നതുപോലെ ഇന്ന് രാത്രികാലം പറയാൻ വെമ്പൽ കൊണ്ട് നിന്നത് ഞാനല്ല, നമ്മുടെ ദൈവമാണ്. ദൈവം പറയുന്ന വാക്കിനെ അവിശ്വസിക്കാതിരുന്നാൽ അത് തെളിയിക്കാൻ അവൻ ശക്തനാണെന്ന് ഇന്ന് രാത്രി നമ്മൾ അതിരുകടന്ന് വിശ്വസിക്ക്. എത്രത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ച് മനസ്സിൻ്റെ ക്ഷീണങ്ങളെ മാറ്റി ദൈവസന്നിധിയിൽ കാര്യം ദൈവാത്മാവാണ് ഇടപെടുന്നതെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നന്ദിയോടെ ആ വാക്കുകളെ മുറുകെ പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് നിർവഹിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്തിനെ ഞാൻ അതിയായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് വചനത്തെ ഒരു വചന ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് വചനത്തെ ഏറിയ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന് ആധികാരികതയുണ്ടെന്നും വചനം ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ, സ്തോത്രം, അഥവാ ദൈവം തൻ്റെ വചനം അയച്ചാൽ അതൊരു ശാശ്വത പരിഹാരത്തിൽ ചെന്നെത്തുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തൻ്റെ വചനം അയച്ചു വിടുവിക്കുന്നവനാണ് ദൈവമെന്ന് വചനത്തിൽ തന്നെ ഉണ്ടല്ലോ. നമുക്ക് വിശ്വസിക്കാം. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക്, ഈ യോഗത്തിൻ്റെ മുൻനിര പ്രവർത്തകർക്ക്, ഈ സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ചില വചനങ്ങൾ അയച്ച് ഇന്ന് രാത്രി അനുഗ്രഹമാക്കി തീർക്കാനിടയായിത്തീരും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അധികം മുഖവര നീട്ടാതെ ഒരു വലിയ സന്ദേശം ചുരുക്കി പറയാൻ കൃപയിൽ ശരണപ്പെടുന്നത് കൊണ്ട് ഒരു നിമിഷം എല്ലാവരും ആ കയറി വന്ന ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരു നിമിഷത്തേക്ക് വളരെ പ്രാർത്ഥിച്ച് തുടങ്ങിയൊരു യോഗമാണിത്. ഇന്ന് രാത്രി തന്നെ പലരും മാറി മാറി പ്രാർത്ഥിച്ചു. എനിക്കറിയാം. ഞാൻ സമയത്തിൻ്റെ അതിപ്രസരം ചുരുക്കാൻ വേണ്ടിയിട്ടല്ല വീണ്ടും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ ഉണക്കാമോ എന്ന് ചോദിച്ചത്. മറിച്ചിന്ന് രാത്രി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത മറച്ചു വെച്ച ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. ഈ രാത്രി ദൈവസന്നിധിയിൽ ഞാൻ ആത്മാവിൽ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബൊരിക്കൽ പറഞ്ഞു, ദൈവമേ, എൻ്റെ വിഷയത്തിന് നീ ഒരവധി വെക്കണമെന്ന്. ഇന്ന് രാത്രി ദൈവം അവധി വെച്ചാൽ അത് നീണ്ടു പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീണ്ടു പോകത്തില്ല. ഈ രാത്രികാലം വിശ്വസിക്കൊരിക്കൽ കൂടെ ചില വചനങ്ങൾ വചന വെളിപ്പാടിലൂടെ ദൈവം നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ചില കാര്യങ്ങൾക്ക് മനുഷ്യൻ അവധി വെച്ച് നിങ്ങൾ ചിലർ ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഈ രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചില വിഷയത്തിന് സ്വർഗം ഒരു അവധി വയ്ക്കും. ആ അവധിക്ക് അവൻ ചെയ്തിരിക്കും. ഹല്ലേലൂയ. പണ്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് മമ്രയുടെ തോപ്പിൽ വെച്ച് ഇറങ്ങി വന്നു. എന്നിട്ട് അബ്രഹാം ഒരുക്കി കൊടുത്ത വിഭവ സമൃദ്ധമായ വിരുന്ന് കഴിഞ്ഞ് ആഹാരം കഴിച്ച് എഴുന്നേറ്റിട്ടൊരു വാക്ക് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഇനിയും വരും. ഒരവധി വെച്ചു. അന്ന് സ്തോത്രം, നീ ഒരാൺസന്തതിയെ ചേർത്തുകൊള്ളും. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. അസാധ്യതകൾ 1000 കൂട്ടമുണ്ടെങ്കിലും സ്വർഗം ഒരവധി വെച്ചാൽ അതിനപ്പുറത്തേക്ക് പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് വിശ്വസിക്ക്. ഈ പന്തലിന് കീഴെ ആരവത്തോടെ സ്തോത്രം പറയുന്നവരുടെ കൂട്ടത്തിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഈ പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കുന്നതെങ്കിലും, അഖിലാണ്ട സൃഷ്ടാവായ ദൈവത്തെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊരര മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പറയാൻ നോക്ക്. ഈ പരിസരത്ത് ഈ ശബ്ദവീജികൾക്കകത്ത് സ്വന്തം വീടിൻ്റെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ഈ അനുഗ്രഹീത യോഗത്തിന്റെ സന്ദേശം കേൾക്കാൻ നിങ്ങൾ മനസ്സ് വെക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ ഒരു മുഖാന്തരമായി മാറാൻ ദൈവത്തിന് കഴിയാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലെ 2ാമത്തെ വാക്ക് പറയുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു അവധി പറയും. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ആ അവധിക്കപ്പുറത്തേക്ക് ഇനി ദുഷ്ടശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനി മരവിപ്പിക്കുന്ന ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നിരാശ വരുത്തുന്ന വ്യാപാരങ്ങൾക്ക്
ചേർന്ന് ആത്മനിറവിൽ എൻ്റെ കൂടെ നിന്ന് ഇന്ന് രാത്രിയിലെ യോഗത്തെ ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഭാഗമാക്കാതെ ആത്മചൈതന്യത്തിന്റെ രാത്രിയാക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രായം മറന്ന് പദവി മറന്ന് ദൈവാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവിന്റെ അവധിക്കായി ഞങ്ങൾ കാത്തിരിക്കുക. മനുഷ്യൻ അവധി പറഞ്ഞ് അധികാരങ്ങൾ അവധി പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ അത്യുന്നതൻ അവധി പറഞ്ഞ് തീർക്കുമെന്ന് അന്യഭാഷയിൽ തന്നെ കൃപ ലഭിച്ച ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ഭാഗമായി അല്ല, കർത്താവിന്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത ദൈവജനമായി ഈ സന്ദേശം കേൾക്കുന്ന ആളുകൾ ഓൺലൈനിലാണെങ്കിൽ പോലും നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരല്പസമയം മനസ്സു തുറന്ന് അന്യഭാഷയിൽ ആത്മനിറവിൽ ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കൂടെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കരമടിച്ചോ കരമുയർത്തിയോ ദൈവസന്നിധിയിൽ നന്ദി കരയറ്റിക്കൊണ്ട് പറ, ഈ രാത്രി ദൈവം അവധി പറയുന്ന രാത്രിയാണ്. ഈ രാത്രി സ്വർഗം വിധി പറയുന്ന രാത്രിയാണ്. ആത്മനിറവിൽ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നത് നിങ്ങൾ അറിയുന്നെങ്കിൽ, നിങ്ങൾ യാന്ത്രികമായിട്ടല്ല, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അസാധാരണ ശക്തിയുണ്ട്. പല പല കാരണങ്ങൾ എന്നെ അത്തരം തുറക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ രാത്രി ദൈവം എന്നെ പൊക്കിയെടുക്കുകയാണ്. ഈ രാത്രികാല മയങ്ങിക്കിടക്കുന്ന ചിലരെ വെള്ളം തളിച്ചെഴുന്നേൽപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഞാൻ ആത്മാവിൽ കാണുകയാ. സ്വർഗത്തിൽ നിന്ന് നിന്റെ മേൽ ഹല്ലേലൂയ അരിഞ്ഞ പുൽപ്പുറത്തേക്ക് പെയ്തിറങ്ങുന്ന ചാറൽ മഴ പോലെ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ മേൽ ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് ചാറൽ മഴകൾ പെയ്തിറങ്ങി തണുത്തുപോയ ചില സഭകളെ, ഒതുങ്ങിപ്പോയ ചില ശുശ്രൂഷകന്മാരെ, നിരാശപ്പെട്ടു പോയ ചില ദൈവമക്കളെ, ഈ പരിസരത്ത് എവിടെയോ ആരൊക്കെയോ നിമിത്തം ചവിട്ടി ഒതുക്കപ്പെട്ട ചിലരെ ഈ ഗ്രൗണ്ടിൽ ഈ സഭയൊരു യോഗം ക്രമീകരിച്ചത് കൊണ്ട് പരിവാര സമേതം ഇറങ്ങി വന്നിരിക്കുന്ന ആ അഖിലാണ്ട സൃഷ്ടാവിനെ കരമടിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ, സ്തോത്രം പറയുന്നെങ്കിൽ ചൈതന്യത്തോടെ, സ്വന്തം ജീവൻ തന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു ചോക്ലേറ്റ് മുട്ടായി മേടിച്ചു തന്നവനോട് നന്ദി പറയാൻ വന്നവരല്ല നമ്മൾ. ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്ന് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് എന്നെയും നിങ്ങളെയും തേടി വന്ന് ജീവൻ തന്ന് രക്ഷിച്ചവനെ പരസ്യ സ്ഥലത്ത് ആരാധിക്കാൻ മടിയില്ലാത്തവർ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ, ജയിലിൽ കടന്ന് കാലിൽ ആമവും കയ്യിൽ ചങ്ങലയും ഉണ്ടെങ്കിലും ഞങ്ങളുടെ മനസാക്ഷിക്കകത്ത് കളങ്കമില്ലെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു. മനസാക്ഷിക്കകത്ത് ആക്ഷേപമില്ല. ഒരുപക്ഷെ വിലങ്ങുകൾ കണ്ടേക്കാം, ആമം കണ്ടേക്കാം, പക്ഷേ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന കൃപ ലഭിച്ച നേതൃത്വം നിറയടക്കമുള്ളവർ ഈ രാത്രി പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ ഹല്ലേലൂയ എന്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങളിലേക്ക് അത് വഴിതെളിക്കും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കർത്താവേ, അദൃശ്യനാണെങ്കിലും ഏതൻ തോട്ടത്തിലൂടെ നടകൊണ്ടവനെ, സഭയാം തോട്ടത്തിലൂടെ ഈ പന്തലിന് കീഴെ ഈ പബ്ലിക് സ്റ്റേഡിയത്തിൽ അങ്ങിറങ്ങി വന്നിട്ടുണ്ട്. ജനമത് അനുഭവിക്കുന്നു. ഈ രാത്രി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ചില ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിയാൻ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രണ്ട് വാക്കിനെ മുറുകെ പിടിച്ചോളണം. കണ്ണടച്ച് സ്തോത്രം ചെയ്തോ. സ്തോത്ര ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയ്ക്കല്ല എന്നെ ക്ഷണിച്ചെന്നറിയാം. ഇന്ന് രാത്രികാലം അടച്ചിട്ടിരിക്കുന്ന ഹോളിനകത്തൊരു സഭായോഗമല്ല നടക്കുന്നതെന്നറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ തടയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവ് എങ്ങനെ ഒഴുകുന്നു അതുപോലെ ഈ രാത്രി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുവദിച്ചാൽ സ്വർഗം അത് തെളിയിക്കും. രണ്ടാമത്തെ രാത്രി ദൈവാത്മാവ് അത് ചെയ്യട്ടെ, പരിശുദ്ധ ദൈവം അത് ചെയ്യട്ടെ. ഒരു കാലഘട്ടത്തിന് ശേഷം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ എൻ്റെ ജനത്തെ എഴുന്നേൽപ്പിക്കാൻ ബിലയാമും ബാലാക്കും കൂടി ഒരുമിച്ച് കൂടി മോവാബ് മലഞ്ചെരുവിൽ ഈ ജനത്തെ ഇല്ലാതാക്കാൻ ദുഷ്ടശക്തികളെ കൂട്ടുപിടിച്ച് വന്നിരിക്കുമ്പോൾ ബിലയാൻ പറഞ്ഞ വാക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പറയുന്നു. ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുന്നു. ഈ കൺവെൻഷൻ അതിന്റെ തെളിവാണ്. ഈ കൺവെൻഷൻ അതിന്റെ തെളിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനം സിംഹിയെ പോലെ എഴുന്നേൽക്കുമെന്ന് ഞായറാഴ്ച ഇതിനകത്തുള്ളവരല്ല സാക്ഷ്യം പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ബിലയാമിയ ശക്തിയെ കൊണ്ട് ജനം എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി ഇതിനകത്തൊന്നും നമുക്ക് ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് മാറിപ്പോകുന്ന നിലവാരത്തിൽ വലിയ ദൈവപ്രവർത്തികൾ സ്വർഗം വെളിപ്പെടുത്തട്ടെ. പരിശുദ്ധനേ, 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 പരിശുദ്ധനേ. കർത്താവേ, 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 എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, സഭയുടെ ജീവനായവനെ, തലയായവനെ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ചുറ്റുവട്ടത്തുള്ളവരെ സർവശക്തനാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ യോഗം നിമിത്തം ചിലർ വിടുവിക്കപ്പെടട്ടെ. ഈ യോഗം നിമിത്തം സഭ സിംഹത്തെ പോലെ എഴുന്നേൽക്കട്ടെ. ഈ യോഗം നിമിത്തം ദൈവത്തിന്റെ വിധി സ്വർഗത്തിൽ നിന്ന് വരട്ടെ. ഈ യോഗം നിമിത്തം ചിലർക്ക് ദൈവം ഒരു അവധി വെച്ച് മറുപടി കൊടുക്കട്ടെ. വാഗ്ദത്തങ്ങൾ നിറവേറ്റട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി, അസാധാരണമായിരിക്കുന്ന ആത്മബലം എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോകുന്നത് നിമിത്തം ഇവിടെ ഇരിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാൽ സ്വർഗം ഒരുക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, അനുഗ്രഹീതരുടെ നടുവിൽ വചനം പ്രസംഗിപ്പാൻ എനിക്കൊരവസരം കൂടി തന്നതിനായി നന്ദി. ഈ രാത്രി തുടർന്ന് അങ്ങയുടെ ശക്തിയുള്ള വചനം ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ആത്മീക ദൂതുകൾ പകർന്നു തന്ന് അനുഗ്രഹിക്കണം. ഈ സഭയോട് ദൈവാത്മാവ് ഇടപെടണം. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സമ്മർദ്ദം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു കിട്ടിയ ഒരാത്മീക സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് സന്ദേശത്തിന് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 27-ാം വാക്യം ഉച്ചഭാഷണി കൂടെ വായിച്ചു കേൾപ്പിക്കും. ബൈബിൾ ഉള്ളവർ ദൈവവചനത്തോടുള്ള ആദര സൂചകമായി നിങ്ങൾ ബൈബിൾ തുറന്ന ആ വാക്യം നോക്കണം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും നിരീക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ വചനത്തോട് കൂറു പുലർത്തുന്നവരെന്ന് തെളിയേണ്ടതിന് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉച്ചഭാഷണിക്കൂടെ വായിച്ചു കേൾപ്പിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. അത്രയും വാക്യത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ ക്രിസ്തുവിനെയും തൻ്റെ സഭയെയും കുറിച്ച് പറയാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ് ഈ വാക്യം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത്, വിശിഷ്യാൽ പഴയ നിയമത്തിനകത്ത് ഒട്ടനവധി പ്രവചനങ്ങളുണ്ട്. കർത്താവ് ജനിക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവിൻ്റെ ജനനം ഏത് വിധമായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ജനനം എവിടെയായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. കർത്താവ് വളരേണ്ടത് എവിടെ ആയിരിക്കണമെന്ന് പ്രവചിച്ചിട്ടുണ്ട്.
കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കപ്പെടേണ്ടത് ഏത് സ്ഥലത്തായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഏത് വിധത്തിലുള്ള ശുശ്രൂഷയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം പ്രവചനമായി വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ഏത് വിധത്തിലായിരിക്കും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം എന്ത് വിധത്തിലായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ ആയിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം സ്തോത്രം ഇവിടെ സംജാതമാകാൻ പോകുന്ന ആത്മീക സഭയെക്കുറിച്ച് പ്രവചനമുണ്ട്. ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് ഒട്ടനവധി പ്രവചനങ്ങൾ വേദപുസ്തകത്തിനകത്ത് ഒരേപോലത്തെ പ്രവചനം തന്നെ ഒന്നിലധികം പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമരളി അവിടെ കൂടി വന്നിരുന്ന സംഘത്തെ ഒരു സഭയായി രൂപാന്തരപ്പെടുത്തി അവരൊന്നിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ തടിച്ചുകൂടിയ ജനങ്ങൾ രണ്ടഭിപ്രായമുള്ളവരായി മാറി. ഒരു കൂട്ടം ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു, ഇവര് വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ വന്നവരിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, നിക്ക് അങ്ങനെ പറയാൻ നിക്ക്, അവർ പറയുന്നത് ശ്രദ്ധിക്ക്. അവർ പറയുന്നത്, അവര് ഒക്കെ ഗലീലക്കാരാണെങ്കിലും നമ്മുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. തീർന്നില്ല, അവരിൽ പലരും പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളാണ് പറയുന്നത്, വൻ കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ഓർത്തോളണം, എത്ര വലിയ പ്രശ്നങ്ങൾ നേരിട്ടാലും ഭൂരിപക്ഷം ആളുകളും ആക്ഷേപിക്കാനും കളിയാക്കാനും നിന്ദിക്കാനും ഉണ്ടെങ്കിലും അതിനിടയിൽ തന്നെ ഒരു ന്യൂനപക്ഷം കാണും സത്യം അറിയുന്നവർ. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ജനത്തോട് പറയാം, എത്ര കണ്ട് വിമർശിച്ചാലും അതിനകത്ത് തന്നെ ചിലരുടെ മനസാക്ഷിക്കകത്ത് പറയും, സ്തോത്രം, ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വന്നുകൂടിയ ആളുകൾ രണ്ടഭിപ്രായക്കാരായി നിൽക്കുമ്പോൾ അപ്പോസ്തലന്മാരായിരിക്കുന്ന പത്രോസ് അടക്കമുള്ള നേതൃത്വ നിരയിലെ ആളുകൾ നിർബന്ധിതരായി പരിശുദ്ധാത്മാവിനെ, അവരിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്തെ തെറ്റിദ്ധരിച്ചവരോട് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ട് അവര് 12 പേരും കൂടെ, പത്രോസിനോട് കൂടെ 11 പേരും കൂടി ഐക്യമത്യപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്തോത്രം, യോവേൽ പ്രവചനത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിരുന്ന ഭാഗമെടുത്ത് പത്രോസ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്തോത്രം, ഇത് ഒരത്ഭുതകരമായ കാര്യമാക്കണ്ട, പിതാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ചിരുന്ന വാഗ്ദത്തമാണ് ഈ മാളിക മുറിക്കകത്ത് നിറവേറുന്നത് എന്ന് പറഞ്ഞ് തെളിയിക്കുമ്പോൾ പ്രഭാഷകനായി നിൽക്കുന്ന പത്രോസിന്റെ അകത്ത് ദൈവാത്മാവ് പ്രേരിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം പറഞ്ഞ് നിർത്തരുത്, യേശുവിനെ കൂടെ പറഞ്ഞിട്ടേ നിർത്താവൂ. സ്തോത്രം, ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാരോടും ദൈവവചനം ശുശ്രൂഷിക്കുന്നവരോടും ഞാൻ സ്നേഹത്തോടെ പറയാം, ആത്മാർത്ഥതയോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ പ്രസംഗം ഒരു പകുതിയാകുന്നതിനേക്കാളൊക്കെ മുമ്പ് പരിശുദ്ധാത്മാവ് പറയാൻ തുടങ്ങും, ഇരിക്കുന്ന ജനത്തിന് വേണ്ടത് എന്താന്ന്, അതോടെ പറഞ്ഞിട്ട് നിർത്താവൂ എന്ന് പറയുന്നൊരു ദൈവം പ്രസംഗത്തിൻ്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കളെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ അത് സംഭവിപ്പാനിടയാകും. അങ്ങനെ കരുതി കൂട്ടി വെച്ചിരുന്നൊരു പ്രസംഗമല്ല. പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് പത്രോസ് പ്രസംഗിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് കൂടി പറയാനുള്ളൊരു ആത്മപ്രേരണ അകത്ത് വന്നപ്പോൾ യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പത്രോസ് എടുത്തത് സങ്കീർത്തനം എഴുതിയ ദാവീദ് പറഞ്ഞിരുന്ന ഒരു പ്രവചന സൂക്തമാണ്. എന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദാവീദ് പറഞ്ഞിരുന്ന ഒരു പ്രവചന സൂക്തമാണ് സങ്കീർത്തനങ്ങൾക്കകത്ത്. അധികമാരും പറഞ്ഞിട്ടില്ലാത്ത പ്രവചനം. അതിനകത്ത് നിന്നാണ് ഒരു ചെറിയ ഭാഗം നമ്മൾ ഇന്ന് അടർത്തിയെടുത്തത്. 27-ാം വാക്യം. ആ വാക്യത്തിനകത്ത് യേശുവിൻ്റെ മരണവിധമല്ല പറഞ്ഞിരിക്കുന്നത്, ഉയർപ്പിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം സംസ്കരിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, സംസ്കരിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ സംസ്കരിക്കപ്പെട്ട ശരീരത്തിന് ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന് ഒരു പ്രവചനം ആരും അറിയാതെ സങ്കീർത്തനത്തിന് ഇടയിൽ കടന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പ്രവചന ദൂതുകൾ പോലെ തന്നെ ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളോട് ഈ മാർഗത്തിന്റെ പ്രത്യേകത പറയാം. ശ്രദ്ധിച്ചു കേട്ടോളണം. സ്തോത്രം, ഹല്ലേലൂയ. സർവശക്തനായ പിതാവായ ദൈവം
തൻ്റെ പുത്രനായ മശിഹാ തമ്പുരാനെ സ്തോത്രം ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂദാസിന്റെ നേതൃത്വത്തിൽ കയറി വന്ന റോമൻ പട്ടാളക്കാരും മഹാപുരോഹിതന്റെ ചേവകരുമായിരിക്കുന്ന ആ സംഘത്തിന് ഒറ്റിക്കൊടുക്കാൻ യൂദയെ സമ്മതിച്ചു. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മലയിൽ നിന്ന് യേശുവിനെ കയറി പിടിക്കാനും അവൻ്റെ കൈകൾ ബാറുകൊണ്ട് ബന്ധിപ്പാനും അവനെ വലിച്ചടച്ച് കോടതികളിൽ കൊണ്ടുപോകുവാനും 5 കോടതികളിൽ മാറി മാറി വിസ്തരിക്കുവാനും പട്ടാളക്കാരെ കൊണ്ട് മൃഗീയമായി പീഡിപ്പിക്കാനും റോമൻ ചമ്മട്ടി കൊണ്ട് യേശുവിൻ്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ തല്ലിക്കീറാനും കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് മുട്ടി ചുരുട്ടി മുഖത്തേക്ക് ഇടിക്കാനും റോമൻ പട്ടാളക്കാർ കാർക്കിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പാനും മുൾമുടി കൊണ്ട് മുൾക്കിരീടം കൊണ്ട് തലയിൽ വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ച് സ്തോത്രം തലയോട്ടി പൊട്ടിക്കാനും അവനെ കോലുകൊണ്ട് തല്ലാനും ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് കറ്റക്കളത്തിൽ കറ്റ മെതിക്കുന്നത് പോലെ നിലത്തിട്ട് ചവിട്ടാനും ഭാരമേറിയ കുരിശ് അവൻ്റെ ചുമരിൽ വെച്ച് കൊടുക്കാനും ആ നാട്ടിലെ ഏറ്റവും നീചന്മാരുടെ കൂടെ തലയോടിയുടെ മലമുകളിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് കൊണ്ടുപോയി സ്തോത്രം നട്ടുച്ച വെയിലത്ത് സ്തോത്രം തീപാറുന്ന പീഡനങ്ങളുടെ നടുവിൽ യേശുവിനെ ക്രൂശിന്മേൽ ആണിയടിച്ച് തൂക്കാനൊക്കെ പിതാവ് സമ്മതിച്ചു. എന്നാൽ അതിൻ്റെ അടിയിലൊരു വാക്കെഴുതിയിരുന്നു, നീ ഇതൊക്കെ ചെയ്താലും എൻ്റെ പുത്രനെ ദ്രവത്വം കാണാൻ മാത്രം ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സർവശക്തൻ ചില കാര്യങ്ങൾ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ അനുവദിച്ചേക്കാം. ഈ രാത്രികാലം ഇവിടെയും വടക്കേന്ത്യയിലുമൊക്കെയായി ദൈവവേല ചെയ്യുന്ന കർത്തൃദാസന്മാരും ഈ മാർഗത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചതുകൊണ്ട് അസാധാരണമായിരിക്കുന്ന നിന്ദയും കഷ്ടവും സഹിക്കുന്നവർ കണ്ടേക്കാം. എന്നാൽ സ്വർഗം വിൽപത്രം എഴുതിയതുപോലെ എഴുതി വെച്ചിരിക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ചെളി ചവിട്ടി കുഴയ്ക്കുന്നത് പോലെ, കുശവൻ പാത്രം മെനയാൻ വേണ്ടി മണ്ണ് കുഴയ്ക്കുന്നത് പോലെ ചവിട്ടി കുഴച്ചാലും ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ അവൻ വാക്ക് പാലിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആത്മാവിൽ വിശ്വസിക്ക്. ദ്രവത്വം കാണിക്കാൻ സമ്മതിക്കില്ലവൻ. രോഗമോ കഷ്ടമോ കള്ളക്കഥകളോ കള്ളപ്രചരണങ്ങളോ ദുഷ്ടമണ്ഡലങ്ങൾ അടരാടി വന്നിട്ട് മനസ്സ് തകർക്കുന്ന പോർവിളികളും പോരാട്ടങ്ങളും എത്ര കണ്ട് പോരാടിയാലും ഈ രാത്രിക്കാലം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയെന്ന് ലോകക്കാരെ പോലെ ചോദിക്കരുത്. ദൈവസഭയുടെ കൂടെ നിൽക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, എന്തൊക്കെ സംഭവിച്ചാലും ദ്രവത്വം കാണാൻ സമ്മതിക്കാത്തൊരുവൻ തലക്ക് മീതെ പിതാവായിരിക്കുന്നിടത്തോളം കാലം ആ വാക്കിന്റെ മീതെ ഒരു ശക്തിക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് ഈ രാത്രി ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്തോ. ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. സ്തോത്ര ഹല്ലേലൂയ. ആ വാചകം അല്ലെങ്കിൽ ആ പ്രവചനമാണ് ഒന്നാമത്തെ ദൈവസഭയുടെ ഒന്നാമത്തെ പ്രസംഗത്തിന് വേണ്ടി, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടി മാളികമുറിയിൽ പത്രോസ് ഉപയോഗിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്നതിന് ശേഷം പരിശുദ്ധാത്മ നിയോഗത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ പാടുകയും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ, ഹൃദയത്തിൽ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നത് ഇവിടെ വെച്ച് കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്ന 5-6 വാക്യങ്ങളാണ്. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് രാത്രി കർത്താവ് ഇത് പറഞ്ഞിട്ട് പോകാനല്ല, പ്രഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ മടങ്ങിപ്പോയാലും ഈ വചനം ഇവിടെ നിന്ന് പ്രവർത്തിപ്പാനിടയാകും. ദ്രവത്വം കാണിപ്പിച്ച് അടങ്ങത്തുള്ളെന്ന് വാദിക്കുന്ന ശക്തികളുടെ നടുവിൽ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയെയോ നിന്റെ കൂട്ടായ്മയെയോ ദ്രവത്വം കാണിപ്പിച്ച് അടങ്ങത്തുള്ളൂ എന്ന് ശക്തിയോടെ പോരാടുന്നതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി സ്തോത്രം ദ്രവത്വം കാണാൻ സമ്മതിക്കില്ലെന്ന് എഴുതി വെച്ചവനെ വിശ്വസിക്ക്. ബാക്കി സഹിക്കുന്ന കഷ്ടങ്ങൾ, ബാക്കി നേരിടുന്ന നിന്ദകൾ, ബാക്കി സഹിക്കുന്ന സ്ട്രഗിള്, അതെല്ലാം ഇന്ന് രാത്രി സാരമില്ലെന്നുണ്ട്. എന്നിട്ട് ആത്മാവിൽ ഒറ്റക്കെട്ട നിന്നുകൊണ്ട് പറ, എന്തൊക്കെ പോരാട്ടങ്ങൾ ദുഷ്ടാത്മശക്തിയെ കൂട്ടുപിടിച്ച് ചെയ്താലും എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ദൈവം സമ്മതിക്കാത്ത ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വിധത്തിൽ
ഒരു പോയിന്റ് ബൈ പോയിന്റായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സന്ദേശത്തിലേക്ക് തന്നെ മടങ്ങി വരാം. സ്തോത്രം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള, സ്തോത്രം, അടിയേറ്റ് തകർക്കപ്പെട്ട ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രവചന സൂക്തമാണ്. അങ്ങനെ പറയുമ്പോൾ ഈ രാത്രി ഒരു ദൂതായി വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ദൂതിനകത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്കും ആ കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നത് ഒരു മാർമിക വിഷയമാണ്. യേശുവിൻ്റെ ശരീരം എന്നതൊരു പഠന വിഷയമാക്കുകയാണെങ്കിൽ, വെറുതെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുകയല്ല, അതൊരു വേദപുസ്തക പഠിതാവിൻ്റെ മുമ്പിൽ പഠന വിഷയമാക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ 4 വിധത്തിൽ വേദപുസ്തകത്തിൽ പറയപ്പെടുന്നുണ്ട്. 4 വിധത്തിൽ. അതിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി പരിശോധിച്ചോളണം കേട്ടോ. സ്തോത്രം. അവർക്കുള്ളതാണ് ദൂത്. ഒന്നോടെ ശ്രദ്ധിച്ചോളണം. ഞാൻ ഈ പറയുന്നത് ആടിയും തൂങ്ങിയും മയങ്ങി ഇരുന്നിട്ട് അവസാനം സ്തോത്രം പറയാൻ വേണ്ടി മാത്രം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ ഈ രാത്രി ധൈര്യമായിട്ട് പാട്ടും പാടി വീട്ടിൽ പൊക്കോ. ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് തരുന്ന 4 പ്രധാനപ്പെട്ട അറിവുകൾ. ഒന്ന്, സ്തോത്രം, യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് എഴുതുന്നവർ എഴുതുകയോ ചിന്തിക്കുന്നവർ ചിന്തിക്കുകയോ ചെയ്തു. ആ വാക്ക് അല്ലെങ്കിൽ ആ ഒന്നാമത്തെ ഭാഗം ദ മാനിഫെസ്റ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ട ശരീരം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിനും റോമാലേഖനം 8-ാം അധ്യായത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകയാൽ അവനും ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ നമ്മുടെ ശിക്ഷ അനുഭവിക്കേണ്ടതിന് വേണ്ടി വെളിപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഇതാ ഞാൻ നിനക്കൊരു ശരീരം, ഹനനയാഗം നീ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നത് പറയുന്നു, ഇതാ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ സ്തോത്രം, യേശുക്രിസ്തു ആരാണ്? ഒരു പരസ്യ കൺവെൻഷനും കൂടി ആകുന്നതിന് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അവൻ മറിയയുടെ ഉദരത്തിൽ ജനിച്ച് നമ്മളിൽ ഒരുവനെ പോലെ ഒരു കീറ്റുശീലയിൽ പൊതിഞ്ഞ് അന്നത്തെ ഇടുങ്ങിയ സാഹചര്യത്തിനകത്തൊരു കാലിത്തൊഴുത്തിൽ കിടന്ന് നമ്മളിൽ ഒരുവനെ പോലെ വിശന്നും ദാഹിച്ചൊക്കെ വളർന്നു. എങ്കിലും ഈ വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആത്മപരിശോധനയ്ക്ക് മനസാക്ഷി വഞ്ചിക്കാതെ പഠിച്ചാൽ ആ വാക്ക് എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, സ്വർഗത്തിൽ ദൂതന്മാരുടെ ആരാധ്യനായിരുന്നവൻ, സ്തോത്രം, വെണ്മയും ചുമപ്പും ഉണ്ടായിരുന്നവൻ, 10,000 സുന്ദരനായിരുന്നവൻ, 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തേജപ്രഭയോടായിരുന്നവൻ, ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഈ കാണുന്ന സകലത്തെയും ഉളവാക്കിയവനായ മഹാദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പഴയ നിയമകാലത്ത് അറുക്കപ്പെട്ട 1000 ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തത്തിന്, ആ യാഗങ്ങൾക്ക് മനുഷ്യന്റെ പാപത്തിന് വിമുക്തി വിമോചനം കൊടുക്കാൻ കഴിയാതെ പോയപ്പോൾ എന്നോടും നിങ്ങളോടുമുള്ള അഗാധമായ സ്നേഹം നിമിത്തം, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ, എന്നോടും നിങ്ങളോടുമുള്ള അഗാധമായ സ്നേഹം നിമിത്തം സ്വർഗീയ മഹിമകളെ ഊരിവെച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു സാധാരണക്കാരിയായ കന്യകയായ സ്ത്രീയുടെ ഉദരത്തിൽ ഉരുവായ മഹാദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന യേശുക്രിസ്തു എന്ന മഹാരക്ഷകൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വന്നിട്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടോ രോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ടോ നാട്ടുകാരെല്ലാം കൂടി ഓശാന പാടി ദൈവമാക്കിയവനല്ല. ഇന്ന് രാത്രി കല്ലിയൂർ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു, അവൻ ഇവിടെ വരുന്നതിനേക്കാൾ മുമ്പ്, ജനങ്ങൾ അവനെ അറിയുന്നതിനേക്കാൾ മുമ്പ്, അവനെ ആരാധിക്കുന്നതിനേക്കാൾ മുമ്പ്, അവനെ കുറിച്ച് പാട്ടുകൾ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ്, അവനെ കുറിച്ച് സുവിശേഷകന്മാർ എഴുതുന്നതിനേക്കാൾ മുമ്പ്, അവൻ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുമ്പ്, കുരുടനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് അവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമാനുഷിക പ്രതിഭാസങ്ങൾ ചെയ്തതുകൊണ്ട് ആളുകളെല്ലാം കൂടി ഹല്ലേലൂയ പാടി ഒരു ദൈവത്തെ കൂടി ഉണ്ടാക്കി വെച്ചതല്ല യേശു. അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ദൂതന്മാരുടെ ആരാധ്യനായിരുന്നവൻ അവനാണ് യേശു. അവനാണ് എൻ്റെ ദൈവം.
വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ആരെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അകമടിഞ്ഞ് നന്ദി പറയാൻ പറ്റുന്നവർ ഈ രാത്രി നന്ദി പറഞ്ഞേക്കണം. ഇവിടെ ഇരിക്കുന്ന ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും എൻ്റെ യേശു ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുന്ന ഒരാൾ സൗഖ്യമായില്ലെങ്കിലും യേശു ദൈവമാണ്. അങ്ങനെ പറഞ്ഞ് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കാലം കഴിയും? അവൻ ദൈവമായിരുന്നവനാണ്. ഇവിടെ വന്ന് ഞങ്ങളെല്ലാരും കൂടി ദൈവമാക്കിയതല്ല അവനെ, അവൻ ദൈവമായിരുന്നു. ആ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടി വഴിപാടുകൾക്കും നേർച്ചകൾക്കും കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും കഴിയാതെ പോയപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ അവനായി ബൈബിളിന്റെ ഭാഷ ഒരു ശരീരം ഒരുക്കിയിരുന്നു. ഒരു ശരീരം ഒരുക്കിയിരുന്നു. ആ ശരീരമാണ് മാനിഫെസ്റ്റഡ് ബോഡി. ആ ശരീരമാണ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത്. സ്തോത്രം, ഹല്ലേലൂയ. പാപമോചനത്തിന് വേണ്ടി തകർക്കപ്പെട്ടത്. എന്നാൽ യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഭാഗം മാത്രമല്ല വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ ശരീരത്തെ പഠിക്കുമ്പോൾ രണ്ടാമത്തത്, യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വായിക്കുമ്പോൾ രണ്ടാമത്തത് മനസ്സിലാക്കേണ്ടത് ദ റിസറക്റ്റഡ് ബോഡി. സ്തോത്രം, ഉയർത്തെഴുന്നേറ്റ ശരീരം. സ്തോത്രം, ഹല്ലേലൂയ. ആ ശരീരവുമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം അരിമത്യക്കാരെ യോസേപ്പിന്റെ കല്ലറ തോട്ടത്തിലേക്ക് മറിയ തൻ്റെ ശിഷ്യന്മാർ യോഹന്നാനും പത്രോസും അടങ്ങുന്ന ശിഷ്യന്മാർ കല്ലറയുടെ വാതിൽ കല്ല് ഉരുട്ടി മാറ്റി തുറന്നു കിടക്കുന്നത് കണ്ട് കല്ലറ വാതിൽക്കൽ നിന്ന് കല്ലറക്കകത്തേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയിട്ട് ഒന്നും കാണാനില്ലാതെ അവർ മടങ്ങിപ്പോയപ്പോൾ മടങ്ങിപ്പോകാൻ മനസ്സില്ലാതെ യേശുവിനെ ഹൃദയത്തിനകത്തു പേറിയ മഗ്ദലക്കാരത്തി മറിയ സ്തോത്രം തനിക്ക് വിടുതൽ കൊടുത്ത തന്നെ താനാക്കി മാറ്റിയ ദുർഭൂതങ്ങളുടെ ആവാസ കേന്ദ്രവും പാപത്തിന്റെ കൂടാരവുമായിരുന്ന അവളുടെ ജീവിതത്തെ ജീവിതമാക്കി മാറ്റിയ അരിമനാഥനെ കുറിച്ചുള്ള ആത്മഭാരം കൊണ്ട് ആ അഫിഷൻ കൊണ്ട് കല്ലറക്കകത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കല്ലറക്കകത്തിരിക്കുന്ന ദൂതന്മാരിൽ ഒരുവൻ പറഞ്ഞു, സ്തോത്രം, ഇവിടെ നിൽക്കണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. നിങ്ങൾ കേട്ടെ, ദൈവദാസന്മാരെങ്കിലും കേട്ടെ, അവൻ ഇവിടെ ഇല്ല എന്ന് വഴിപോക്കനല്ല പറഞ്ഞത്, ദൂതൻ പറഞ്ഞു. എന്നിട്ടും മറിയ പോയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ചിലർ ആശീർവാദം പറയുന്നതിനൊക്കെ മുമ്പ് പോകാനിരിക്കുന്നത് പോലെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, മറിയ പോയില്ല. ദൂതൻ പറഞ്ഞു, സാറേ അവൻ ഇവിടെ ഇല്ല, പൊക്കോ, വെറുതെ മെനക്കെടണ്ട, പൊക്കോ എന്ന് പറഞ്ഞിട്ടും അവൾ അവിടെ കരഞ്ഞോണ്ട് നിന്നു. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം സഭയോട്. ചിലരൊക്കെ നിന്നോട് പറയും ഇവിടെ ദൈവമൊന്നും ഇല്ല, സ്തോത്രം, നീ വേണമെങ്കിൽ ചാടിപ്പൊക്കോ എന്ന് പറഞ്ഞാലും കരഞ്ഞോണ്ട് നിൽക്കാൻ ചില മറിയമാരുണ്ടെങ്കിൽ അവൻ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ സഭയോടും കൂടെ ദൂത് പറയുകയാ. ഞാൻ മുമ്പോട്ടും പുറകോട്ടും ദൈവാലോചന പറയുകയാ. ചിലര് പറഞ്ഞു കാണും നിന്നോട് ദൈവം, ഹല്ലേലൂയ, ഈ സ്തോത്രം, ഇവിടെ ദൈവം ഇല്ല, ഇവിടെ യേശു ഇല്ല, അവനൊക്കെ എന്നേ ഇറങ്ങിപ്പോയി, സ്തോത്രം, ഇതൊക്കെ വെറും തട്ടിപ്പിന്റെ മാർഗമാണെന്ന് ഇവിടത്തെ മുഴുവൻ ആളുകൾ, ഇവിടത്തെ സകല മീഡിയ ഉപയോഗിച്ചു പ്രചരിപ്പിച്ചാലും ഇതിനകത്ത് കരയാൻ ചിലരുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ഏതൊക്കെ മീഡിയ ഉപയോഗിച്ച് അവൻ ഇവിടെ ഇല്ലെന്ന് തെളിയിക്കാൻ അശ്രാന്ത പരിശ്രമം രാവും പകലും നോക്കിയാലും ഇവിടെ ചിലർ കരയാനുണ്ടെങ്കിൽ പോരാ പോരാ പോരാ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ മൈക്ക് പിടിച്ച് നിങ്ങൾ ആരെങ്കിലുമാണ് ഇവിടെ നിന്നത്, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് അവിടെ ഇരുന്നതെങ്കിൽ ഈ രാത്രി ഞാൻ അവിടെ ഇരിക്കാൻ കഴിയാതെ ദൈവാത്മാവിൽ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയേനെ. കാരണം എന്താ? കരയുന്നവർക്ക് മാത്രമേ അവൻ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുകയുള്ളൂ. ഈ രാത്രി ഞാൻ ആത്മാവിൽ നിറഞ്ഞു പറയാ, നിലവിളിച്ചോണ്ട് പറ, അങ്ങ് ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന്, ഞാൻ നിൽക്കുന്ന ദൈവമുണ്ടെന്ന് അങ്ങ് തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആരോടോ ദൈവം നിർബന്ധിക്കുന്നു.
Shakana Rabadia Sandarada Radiara. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവ് അതൊരു ദൂതായി പറയുന്നത് കൊണ്ട് എൻ്റെ അന്തരാത്മാവിൽ നിർബന്ധിക്കുന്നു, നീ ജനത്തിന് തെളിവ് കൊടുത്ത കാര്യം സ്വത്രം തെളിയിക്കാൻ. ഞാനിപ്പോ പറഞ്ഞത് എന്താ? സ്വത്രം ഹല്ലേലൂയ. ആരൊക്കെ ഇവിടെ യേശു ഇല്ല, നീ മെനക്കടണ്ട, വെറുതെ സമയം കളയണ്ട, ഇത് വെറും കാശ് കളയല, വണ്ടിക്കൂലി പോക്ക, നീ പൊക്കോ എന്ന് പറഞ്ഞാലും സ്വത്രം പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ കിട്ടുന്ന വണ്ടിക്ക് കയറി പോകാതിരുന്നാൽ, കരഞ്ഞോണ്ട് അവിടെ നിന്നാൽ അവൻ അവിടെ വെളിപ്പെടുമെന്ന് ഈ രാത്രി ദൈവം പറയുന്നു. നിനക്ക് ആഗ്രഹമുണ്ടോ നിന്റെ വീട്ടിൽ ദൈവം വെളിപ്പെടണോ? നിന്റെ വീട്ടിൽ നീ ആരാധിക്കുമ്പോൾ, നീ സ്തോത്രം പറയുമ്പോൾ, നീ അന്യഭാഷ പറയുമ്പോൾ നിന്റെ ദൈവം എന്തിയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ആ തോട്ടത്തിൽ യേശു വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സഭ ഇന്ന് രാത്രി ആ ദൂത് പിടിച്ചെടുക്ക്. ആത്മാവ് തുടക്കത്തിൽ പറഞ്ഞ 2 വാചകങ്ങൾ നിങ്ങൾ കേട്ടോ? സ്വർഗം ഇന്ന് രാത്രി വിധി പറയുക. എന്താ പറയുന്നത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ ഇതാ വരികയാണ്. നിങ്ങൾ അതിരുകടന്ന് വിശ്വസിച്ചാൽ 2025 ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ ഈ വർഷത്തെ കലണ്ടർ നീ നിന്റെ ഭിത്തിയിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനേക്കാൾ മുമ്പ് അവൻ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ പക്ഷത്തുണ്ടെന്ന് തെളിയിക്കാൻ വിശ്വസ്തനാണ്. സഭയുടെ ആരവം ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ജനം ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. Praise the Lord. Hallelujah. സ്തോത്രം ചെയ്യുന്നു. Hallelujah. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, മറിയ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തോട്ടത്തിൽ അവൻ പ്രത്യക്ഷനായി. തോട്ടക്കാരനെ നിരൂപിച്ചുകൊണ്ട് മറിയ, യജമാനനെ, എൻ്റെ ഗുരുവിനെ വെച്ചത് എവിടാന്ന് പറ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറയുന്ന മാത്രയിൽ കർത്താവ് ഒരു വിളി വിളിച്ചു, മറിയേ എന്നൊരു വിളി. ആ വിളി കേട്ട മാത്രയിൽ മറിയ തിരിഞ്ഞ് പ്രതികരിച്ചു, റബ്ബൂനി. സ്തോത്രം. നിങ്ങൾ ആ ഭാഗത്ത് ഒരു കാര്യം സ്പഷ്ടമായി ശ്രദ്ധിക്കണം. രൂപം കണ്ടിട്ടല്ല മറിയ യേശുവിനെ തിരിച്ചറിഞ്ഞത്. സ്തോത്രം. അകത്ത് ബന്ധമുള്ളവന് ശബ്ദം കേട്ടാ മതി. രൂപം കണ്ടിട്ടല്ല. രൂപം കണ്ടപ്പോ തോട്ടക്കാരനല്ലേ പറഞ്ഞത്, അവിടെ മഞ്ഞും പുകയല്ലല്ലോ. തോട്ടക്കാരൻ ഒരു മനുഷ്യനെ കണ്ടു, പക്ഷെ രൂപം കണ്ടിട്ടല്ല. മറിയ എന്നൊരു വിളി കേട്ടു. യേശു പോകുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞിരുന്നു, എൻ്റെ ആടാണെങ്കിൽ എൻ്റെ ആട് എൻ്റെ ഫോട്ടോ കണ്ട് തിരിച്ചറിയൂന്നല്ല. സ്തോത്രം. മനസ്സിലായോ? എൻ്റെ ആട് എൻ്റെ അത്ഭുതം കണ്ട് തിരിച്ചറിയുന്നല്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ടെന്നെ തിരിച്ചറിയും. ഇന്ന് രാത്രി ഹല്ലേലൂയ, കളിപ്പീരും ചതിയും പറ്റാതിരിക്കണമെങ്കിൽ നീ അവൻ്റെ ശബ്ദം തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ അവനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, നീ അവനുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. അവൻ്റെ ശബ്ദം നീ തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. അനന്ത വിദൂര ഭാവിയിൽ 10,000 വിശുദ്ധന്മാർ കാത്തിരിക്കുന്നത്, കരുമനാഥനായിരിക്കുന്ന കർത്താവ് മടങ്ങി വരും. ഇവിടെ വന്ന് ഓരോരുത്തരും വാതിക്കൽ വന്ന് മുട്ടത്തില്ല. അവന്റെ രൂപം സ്തോത്രം ഇവിടെ വന്ന് വെളിപ്പെടുത്തത്തില്ല. മധ്യാകാശത്തിൽ വന്നിട്ട് ഇവിടെ കയറി വരുവീൻ എന്ന ഗംഭീര ശബ്ദത്തോടെ, കാഹളനാദത്തോടെ ഒരു വിളി വിളിക്കുമ്പോൾ അത് തിരിച്ചറിയുന്നവരാരാണോ അവർ ഇവിടുന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ അന്ത്യകാഹളനാദത്തിന്റെ ഇവിടുന്ന് രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന് കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്താട്ടെ. റബ്ബൂനി എന്ന് വിളിച്ചോടി ആ കർത്താവിന്റെ കാൽക്കലേക്ക് ഓടിച്ചെന്ന് ആ കാലിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ യേശു പറഞ്ഞു, അരുത്, അരുത്, എന്നെ തുടരുത്, എന്നെ തുടരുത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം യേശുക്രിസ്തുവിന്റെ ശരീരത്തെ പഠിക്കുന്നെങ്കിൽ രണ്ടാമത്തത് ദ റിസറക്റ്റഡ് ബോഡി. ആ ശരീരത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ, അടച്ചിട്ട മുറിക്കകത്ത് ആരും വാതിൽ തുറന്നു തരാനില്ലെങ്കിലും അതിനകത്ത് കയറി വരാൻ കഴിയും. ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് ഈ രക്ഷകനെ കയറ്റാതിരിക്കാൻ കരിന്താഴിട്ട് പൂട്ടിയാലും നിനക്കവനെ വേണമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരൊക്കെങ്കിലും ഈ രാത്രി ദൂതിന്റെ അവകാശിയായിരിക്കാം, ഈ പരിസരത്തോ ഇവിടെയോ യേശുവിനെ നിനക്ക് വേണമെങ്കിൽ നീ യേശുവിൻ്റെതായി മാറാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിലെ സകല സംഘടിത ശക്തികളും നീ ആചരിച്ചു പോരുന്ന സകല ഇസങ്ങളും കരിന്താഴിട്ട് പൂട്ടിയാലും പൂട്ടു തുറക്കാതെ നിന്റെ അടുക്കൽ വരുവാൻ, നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നിന്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്യ. അവൻ നിന്റെ വീട്ടിൽ ഇറങ്ങുന്നവനാണ്. The resurrected body. രണ്ടാമത്തത് ഹല്ലേലൂയ. മൂന്നാമത്തത് the symbolic body. മൂന്നാമത്തത് symbolic body. നാളെ സ്തോത്രം കർത്താവിന്റെ ദാസൻ ഇവിടെ അനൗൺസ് ചെയ്തു, ഈ സഭകളുടെ സംയുക്ത ആരാധനയാണ് ഈ പന്തലിൽ വെച്ച് നടക്കുന്നത്. സ്തോത്രം 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിന്നുകളൊക്കെ നേരിട്ട് കർത്താവിൻ്റെയും സഭയുടെയും അഭിഷിക്തന്മാരുടെയും കൂടെ പറ്റിച്ചേർന്ന് നിന്ന് പറഞ്ഞു കേട്ടതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ വേരോട്ടം നടത്താൻ ഇവിടെ ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ ഒരു അമ്മച്ചി പ്രാർത്ഥിച്ചാരംഭിച്ച ഈ ആത്മീക കൂട്ടായ്മയ്ക്ക് ചൈതന്യം പകർന്നെങ്കിൽ അനുഗ്രഹീത സഭയുടെ 100ാമത്തെ സംയുക്ത ആരാധന ഇവിടെ നടക്കുകയാണ്. നാളെ ആരാധനയുടെ മധ്യത്തിൽ തിരുമേശ, കർത്താവിൻ്റെ മേശ നമ്മുടെ സഭായോഗങ്ങളിലും നാളത്തെ സംയുക്ത ആരാധനയിലൊക്കെ കണ്ടേക്കാം. അവിടെ വെച്ച് അഭിഷിക്തനായ കർത്തൃദാസൻ, ആചാര്യനായിരിക്കുന്ന അഭിഷിക്തൻ ഇവിടെ വന്ന് അപ്പമെടുത്ത് സഭ കാണുക സ്വർഗത്തിലേക്ക് നോക്കി ഒരുപക്ഷെ തകർന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ കാൽവരിയിൽ നുറുക്കപ്പെട്ടതുപോലെ അപ്പം നുറുക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു ഭാഷയുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. സ്തോത്രം എന്ന് പറയപ്പെടുമ്പോൾ ആ അപ്പം ശരീരമൊന്നും ആകുന്നില്ല, പക്ഷെ അതൊരു സിംബോളിക്കാണ്. സ്തോത്രം ഒരാലങ്കാരികമാണ്. മേശമേൽ ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പം തിരുമേശ സമയത്ത് പറയും, കർത്തൃമേശ സമയത്ത് പറയും, ഇതെൻ്റെ ശരീരമാണ്. അത് സിംബോളിക്കാണ്. ഇത് മൂന്നാമത്തത്. നാലാമത്തത് വേദപുസ്തകത്തിൽ പറയുന്ന എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. നാലാമത്തത് സ്പിരിച്വൽ ബോഡി, ആത്മശരീരം. അത് അവൻ്റെ സഭയാണ്. അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്ന വാക്യം സ്തോത്രം എഫേസ്യ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. ഇങ്ങനെ 4 വിധത്തിലാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നോടെ പറയാം, എന്നെ തുറച്ചു നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി. 1 മാനിഫെസ്റ്റഡ് ബോഡി, യേശു വെളിപ്പെട്ട ശരീരം. 2 റിസറക്റ്റഡ് ബോഡി, ഉയർത്തെഴുന്നേറ്റ ശരീരം. 3 സിംബോളിക് ബോഡി, സ്തോത്രം നമ്മൾ ആ ശരീരത്തെ ഓർക്കാൻ വേണ്ടി ഒരുക്കി വെച്ച് അപ്പം നുറുക്കുമ്പോൾ പറയുന്ന ആ ശരീരം. സ്തോത്രം 4 ദ സ്പിരിച്വൽ ബോഡി, സഭയാകുന്ന ശരീരം. ഇന്ന് രാത്രി ഇവിടെ യേശുവിൻ്റെ മാനിഫെസ്റ്റഡ് ബോഡി ഇല്ല, റിസറക്റ്റഡ് ബോഡി ഇല്ല. സ്തോത്രം ഇന്ന് രാത്രി ഇവിടെ കർത്താവിൻ്റെ സ്തോത്രം സിംബോളിക് ബോഡി ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ പലരും കർത്താവിൻ്റെ സഭയുടെ ഭാഗമായിരിക്കയാൽ ഈ രാത്രി ഇവിടെ അവൻ്റെ സ്പിരിച്വൽ ബോഡി ഉണ്ട്. സ്തോത്രം. എൻ്റെ ചോദ്യം, ഇന്ന് രാത്രി എവിടെ യോഗം വന്നാലും ഞാനും പോകും, യേശുവിനെ കുറിച്ചുള്ള പാട്ട് ഞാനും പാടും. ആര് വന്നാലും യേശുവിൻ്റെ പേരിൽ വന്ന 500 രൂപ ഞാനും കൊടുക്കും. വടക്കേന്ത്യക്ക് എല്ലാ മാസവും മോൻ ശമ്പളം അയക്കുമ്പോൾ ഞാനും കൊടുക്കും, പവർ വിഷനിലേക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ, അതെയോ നിങ്ങൾ ആ സ്പിരിച്വൽ ബോഡിയുടെ ഭാഗമായിട്ടുണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. ഒരു കഥ പറഞ്ഞ് കൈയടിപ്പിച്ചിട്ട് പോകാനല്ല ഇന്ന് രാത്രികാലം ലക്ഷക്കണക്കിന് രൂപ മുടക്കി പന്തല് കെട്ടി ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്ത് ഉത്തരവാദിത്വ ബോധത്തോടൊരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഈ വേദിയിൽ നിൽക്കുന്നത് സ്തോത്രം എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനല്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലെ ആനുകൂല്യങ്ങൾ അതിൻ്റെതായ നിലവാരത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാകണം. അപ്പോഴും ചോദ്യങ്ങൾ വരും, ഏതാണ് ദൈവസഭ? സ്തോത്രം. അതിൻ്റെ ലക്ഷണം എന്താണ്?
സ്തോത്രം. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എല്ലാ വഴിയും റോമിലേക്കെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും യേശുവിനെയൊക്കെ അല്ല ഈ പറയുന്നത്, എല്ലാ കൺവെൻഷനും അങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധം പറ്റും. അതിന് കൃത്യനിഷ്ഠതയോടെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കുഴക്കിയ ഒരു വിഷയം, എനിക്ക് സമയമില്ലാതെ പോയി. ഞാൻ ഒരു യാഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്നതും വർക്ക് ചെയ്യുന്നതെല്ലാം തിരുവല്ലക്കടുത്ത് വെണ്ണിക്കുളത്താണ്. സ്തോത്രം. ഇന്നേക്ക് 10-35 പരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ മുഴുക്കുടിയനായി വീടും സ്തോത്രം കൂടുമൊക്കെ വിട്ട് അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ കഷ്ടതയും പ്രയാസവും നിറഞ്ഞ കാലഘട്ടത്തിൽ മഹാദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് രാത്രി ഒരു ദൈവദാസനായി എന്നെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഞാൻ സാധാരണ പുറകിലിരുന്ന് നിറഞ്ഞ കണ്ണുകളോടെ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ അഭിഷിക്തൻ അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ ആ മുഖങ്ങളുടെ ആവശ്യമില്ലാത്ത നിലവാരത്തിൽ മലയാളി ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുമ്പിൽ പവർ വിഷൻ എന്ന അനുഗ്രഹീത മീഡിയയിലൂടെ ഞങ്ങൾക്കൊക്കെ നിങ്ങൾക്കിടെ സഹോദരങ്ങളെപ്പോലെ ആകാനൊക്കിടയായി തീർന്നത് ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. എന്നാൽ അതിൻ്റെ തുടക്കം ഒരു ദിവസം നക്ഷത്രത്തെ പോലെ പൊട്ടി വീണെന്നല്ല. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്തോത്രം 2 പേരെ ദൈവമായ കർത്താവ് പറഞ്ഞയച്ചു സുവിശേഷവുമായി. അന്ന് എൻ്റെ അപ്പനും അമ്മ ഇത് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇങ്ങനെ ഒരാളായി വരില്ലായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അപ്പനമ്മമാരോട് ഞാൻ പറയാം, വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കാനില്ലെങ്കിലും ഈ കൊല്ലത്തെ ഫീസ് കൊടുക്കാനില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം സ്തോത്രം സത്യത്തിൻ്റെ വചനവുമായി തൻ്റെ അഭിഷിക്തന്മാരെ അയക്കുമ്പോൾ നിങ്ങളത് 2 കരവും നീട്ടി സ്വീകരിച്ച് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാമെങ്കിൽ നിങ്ങളുടെ തലമുറയെ ദൈവം മാനിക്കുന്നത് കാണാൻ ഇടയായി തീരുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഈ നാടിനോടൊരു സാക്ഷ്യം പറഞ്ഞിട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് സുവിശേഷത്തെക്കുറിച്ച് ഗ്രഹിക്കാനോ തിരിച്ചറിയാനൊന്നും അധികം ത്രാണിയില്ലാത്ത ഞങ്ങൾക്ക് മാതാപിതാക്കൾ ആ സത്യം സ്വീകരിച്ചു. അപ്പോഴും സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ കുടി നിർത്തി പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ സ്തോത്രം, ഈ സുവിശേഷം പറയാൻ വന്ന ആളുകൾ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ച് അവരുടെ കൂട്ടായ്മയ്ക്കൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ പുറകിലുള്ള വീട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞു തന്നു, സ്തോത്രം, അപ്പം കുടി നിർത്തട്ടെ, അതൊക്കെ നല്ല കാര്യം, പക്ഷെ എന്തിനാണ് സ്തോത്രം അവിടേക്ക് പോകുന്നത് എന്ന ചോദ്യം ഉണ്ടായി. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൻ്റെ വെളിച്ചത്തിൽ അവരൊരു ദിവസം വീട്ടിൽ വന്നു. പാവം, ഞങ്ങൾക്ക് വേണ്ടി കട്ടൻ ചായ പോലും കൊടുക്കാൻ കാശില്ലാത്ത, പഞ്ചസാര ഇട്ടൊരു കട്ടൻ വെള്ളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കാലത്ത് അന്ന് വണ്ടിയില്ല. സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. പാവപ്പെട്ട കത്രദാസൻ ഞങ്ങൾക്ക് വേണ്ടി സുവിശേഷവുമായി ആദ്യകാലങ്ങളിൽ ഒരുപാട് വീട് കയറി ഇറങ്ങിയ ആ ഭക്തനായ മനുഷ്യൻ. അന്ന് അദ്ദേഹത്തിനൊരു സൈക്കിളാണ്. അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ട് ഏകദേശം 10-12 കിലോമീറ്ററുകൾ സൈക്കിൾ ചവിട്ടി മലയും കുന്നും കയറി ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. ഞങ്ങൾക്കറിയില്ല, ഒരു ദൈവദാസൻ വീട്ടിൽ വന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ ദാസനാണെന്നോ അദ്ദേഹത്തെ എങ്ങനെ മാനിച്ചു വിടണമെന്നൊന്നും അറിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലും ദാരിദ്ര്യം കൊണ്ട് ഒരു കട്ടൻ ചായക്കകത്ത് പഞ്ചസാര മിക്കവാറും കാണില്ല. അതിലപ്പുറം അവരൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. സ്തോത്രം. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ മനുഷ്യനോട് ഒരു ദിവസം ആരൊക്കെയോ എൻ്റെ പുറകിൽ നിന്ന് പ്രേരണ തന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആൾക്കാരെ പഠിപ്പിക്കുക, എന്തിനാ ഞങ്ങളുടെ അടുക്ക് വന്ന് കൂടെ കൂടെ പറയുന്നത് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെ അമ്മേനോട് പറഞ്ഞോട് അങ്ങനെയൊന്നും പറയരുത്, നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഭ ഞങ്ങളുടെ സഭ എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ സഹിഷ്ണുതയുള്ള ക്ഷമാശീലനായ ആ മനുഷ്യൻ ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു, മോനെ, നിങ്ങളുടെ ബൈബിള് ഞങ്ങളുടെ ബൈബിള് അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. മോനൊരു കാര്യം ചെയ്യുക, ദൈവവചനത്തിനോട് ഞാൻ നിനക്ക് പറഞ്ഞു തന്നാൽ നിൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ ധാരണപ്പെശകളുള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ ഈ പുസ്തകം വായിക്കുക. ഇത് വായിക്കുമ്പോൾ നിനക്ക് ബോധ്യമാകും സത്യസഭ ഏതാണെന്ന്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും സൺഡേ സ്കൂളിൽ പോലും പോകാത്ത ഞാൻ ഒരു പത്രപേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ച് ഒരു പുക പിടിച്ച അലമാരിയുടെ ഏറ്റവും മുകളിൽ ബൈബിൾ സൂക്ഷിക്കുന്ന എൻ്റെ അമ്മ ആർക്കും കാണിക്കാനോ കൊടുക്കാനോ നൊയമ്പ് കാലത്ത് മാത്രം പുറത്തെടുത്തുകൊണ്ടിരുന്ന ആ സാധനം കണ്ടിട്ടില്ലാത്ത ഞാൻ അമ്മയോട് ചോദിച്ചു വാങ്ങിച്ച ആ മനുഷ്യൻ പറഞ്ഞതുകൊണ്ടൊരു പ്രേരണയിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങിയ സമയത്താണ് ഗലാത്യ ലേഖനത്തിലൊരു വാക്യം കണ്ടു. പൗലോസിൻ്റെ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഇതാണ്: ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവൻ. എങ്ങനെയത് വായിച്ചെന്ന് എനിക്കറിയില്ല. ഗലാത്യ ലേഖനം എവിടാന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ബൈബിളിൻ്റെ ഉള്ളടക്കമൊക്കെ എല്ലാം ഒന്ന് അറിഞ്ഞിട്ടല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അടുത്തിരുന്നതെല്ലാം പഠിപ്പിക്കും. എന്തിനാണെന്ന് രാത്രി ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാനിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
ആർക്കോ വേണ്ടി ദൈവമായ കർത്താവ് ഇന്ന് രാത്രി അതൊരു പാക്കേജായി തരികയാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവൻ. അത് വായിക്കുമ്പോൾ സ്തോത്രം, ഞാൻ അടുത്ത വാചകത്തിലേക്ക് വരാൻ നോക്കുമ്പോൾ ആരോ എന്നെ തടുക്കുന്നത് പോലെ തോന്നി. വീണ്ടും ഞാൻ മുകളിലത്തെ വാക്യം വായിക്കും. ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവൻ. 1, 2, 3 പ്രാവശ്യം മനസ്സിൽ വായിച്ചിട്ടും എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ വീണ്ടും താഴത്തേക്ക് വരുമ്പോൾ എൻ്റെ കണ്ണറിയാതെ മുകളിലേക്ക് ആരോ തള്ളി നീക്കുന്ന പോലെ തോന്നി. വീണ്ടും വായിച്ചു. അപ്പോൾ ആരോ എൻ്റെ അടുത്തിരുന്ന് ചോദിക്കുന്ന പോലെ തോന്നി, സ്തോത്രം, നിനക്ക് സഭ ഏതാണെന്നല്ലേ അറിയേണ്ടത്? സത്യസഭ, കാഹളം ധരിക്കുമ്പോൾ പോകുന്ന സഭ, കർത്താവിൻ്റെ സഭ ഏതാണെന്നല്ലേ അറിയേണ്ടത്? അങ്ങനെയാണൊരു കാര്യം ചെയ്യുക. പൗലോസ് ഉപദ്രവിച്ച സഭ ഏതാന്ന് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുക. ആ സഭയുടെ നയം എന്താണ്? ആ സഭ എന്താ പഠിപ്പിച്ചത്? ആ സഭ എന്താ വിശ്വസിച്ചത്? ആ സഭയിൽ ആരാ ശുശ്രൂഷിക്കുന്നത്? ആ സഭ എങ്ങനെ ആരാധിക്കുന്നത്? ആ സഭ എന്താ പ്രതീക്ഷിച്ചത്? അവരെന്താ പ്രചരിപ്പിക്കുന്നത്? എന്നെ കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം. പ്രചരിപ്പിക്കുന്നത്. ഇതെൻ്റെ മുമ്പിലേക്ക് ചോദ്യമായിട്ടു. അന്ന് മുതൽ ഞാനൊരു പേനയും പേപ്പറുമായിട്ടിരിക്കാൻ തുടങ്ങി. സ്തോത്രം. അന്ന് ദൈവാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചു, പൗലോസ് ഉപദ്രവിച്ച സഭ ഏതാണ്? നിഷ്പക്ഷമതിയായി നിന്നുകൊണ്ട് ഞാൻ കണ്ടെത്തിയ സത്യം പറയാം. വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന ആ കാര്യം ഒരു ദിവസം പറഞ്ഞും തരാം. ഞാൻ തിരുവിടത്തിൽ നിന്ന് കണ്ടെത്തി, പൗലോസ് ഉപദ്രവിച്ച സഭ, സ്തോത്രം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട സഭയാണ്. പൗലോസ് ഉപദ്രവിച്ച സഭ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന സഭയാണ്. പൗലോസ് ഉപദ്രവിച്ച സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ എന്ന 5 തരം ശുശ്രൂഷകന്മാരാണ് ശുശ്രൂഷിക്കുന്നത്. പൗലോസ് ഉപദ്രവിച്ച സഭയിൽ സ്തോത്രം, അവര് മദ്യപിക്കുന്നവരല്ല, അവര് സ്തോത്രം പാപത്തിൽ ജീവിക്കുന്നവരല്ല, അവര് കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടവരല്ല. സ്തോത്ര ഹല്ലേലൂയ. അവര് തമ്പാക്കടിച്ചിട്ട് കെന്റിലെ വെള്ളം കോരി വാ കഴുകിയിട്ട് അകത്ത് കയറുന്നവരല്ല. അവർ ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നവരാണ്. അവര് പ്രസംഗിച്ചത് യേശു മടങ്ങി വരുമെന്നാണ്. അവര് കർത്താവിനായി നോക്കി പാർക്കുന്നവരാണ്. ഈ കാര്യം എന്നെ ഒരു മതമല്ല പഠിപ്പിച്ചത്, എന്നെ വേദപുസ്തകമാണ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ പറ്റില്ല, കണ്ണടച്ച് ഇരുട്ടാക്കാനും പറ്റില്ല. നിന്റെ കയ്യിൽ എഴുതിക്കിട്ടിരിക്കുന്ന ഈ മലയാള വേദപുസ്തകത്തിനകത്ത് നിനക്ക് സ്വത്ര IELTS, OET, എഞ്ചിനീയറിംഗും CA ഒക്കെ പഠിച്ചെടുക്കാൻ കഴിവുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കല്ലിയൂർ സ്വദേശികളുടെ നടുവിൽ ചലഞ്ചായി പറഞ്ഞിട്ട് പോകാം. നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് യേശുവിൻ്റെ സഭ ഏതാന്ന് പഠിച്ചിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് പറ. അങ്ങനെയാണെങ്കിൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ദ സ്പിരിച്വൽ ബോഡി, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. ഈ രാത്രി ഇവിടെ തടിച്ചുകൂടി ഇരിക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവവിശ്വാസികളെ, കാഹളം ധ്വനിക്കുമ്പോൾ ഒരു വീട്ടുകാരെ കൊണ്ടുപോകാനല്ല വരുന്നത്, അവൻ്റെ സഭയെ ചേർക്കാനാ വരുന്നത്. ആ സഭയ്ക്കകത്ത് അങ്ങുണ്ടെങ്കിൽ, നിങ്ങളുണ്ടെങ്കിൽ, ആ സ്പിരിച്വൽ ബോഡിയുടെ ഒരു അവയവമാകാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ നിങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി അതിന് നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അതീവ തിടുക്കത്തോടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഇന്ന് രാത്രി ഇവിടെ അവൻ്റെ സ്പിരിച്വൽ ബോഡിയുണ്ട്, ആത്മശരീരമുണ്ട്. അക്ഷരീകമായ യേശുക്രിസ്തുവിൻ്റെ ജഡശരീരത്തെക്കുറിച്ചാണ് ആ പ്രവചനമെങ്കിലും ഇന്നും ഈ വാക്യം ആത്മശരീരമാകുന്ന സഭയ്ക്ക് ബാധകമാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു കൊച്ചു യൂണിറ്റായിട്ട് നിൽക്കുന്ന ഓരോ ലോക്കൽ സഭകൾക്കും ബാധകമാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അതിനെ ദ്രവത്വം കാണിപ്പിക്കാൻ ഏതൊക്കെ തരത്തിലെ അടവുകളും പിശാച് പോരാടും. പക്ഷേ കർത്താവിൻ്റെയാണ് സഭയെങ്കിൽ, നീ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും പാതാളത്തിലേക്ക് വിട്ടുകളയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കില്ല. ഇതൊരു വാഗ്ദത്തമാണ്, ഇതൊരു പ്രവചനമാണ്. ഇനി 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ 4 സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്തുനിന്ന് പറഞ്ഞ് എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന സമയത്തിനകത്ത് ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് സ്തോത്രം ഞാൻ എൻ്റെ വേലസ്ഥലത്തേക്ക് മടങ്ങാം. കേട്ടിരിക്കണം നിങ്ങൾ. ഇങ്ങനൊരു വാഗ്ദത്തം, ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പിതാവ് പറഞ്ഞിരുന്നെങ്കിലും ഏതൊരു വാഗ്ദത്തത്തിനും ഏതൊരു പ്രവചനത്തിനും ഈ ലോകശക്തികൾ എതിരായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പക്ഷത്ത് അവസാനത്തോളം പിടിച്ചു നിൽക്കാമെങ്കിൽ വാഗ്ദത്തം ജയിക്കും.
ബാക്കിയെല്ലാം തോക്കും. നമുക്ക് തോന്നും ചിലപ്പോൾ കൈവിട്ടു പോയിന്ന്. ഇല്ല, വാക്ക് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ ഒരിക്കലും കൈവിട്ടു പോകില്ല. ഞാനിനി പറയുന്ന വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചു തരും. ഞാൻ വായിച്ചു വിടാം, വിശദീകരണം ചുരുക്കാം, കാര്യങ്ങൾ ബോധിപ്പിക്കാം. 4 സുവിശേഷത്തിൽ നിന്നും 1-2 വാക്യങ്ങൾ വീതം വായിച്ച് നിങ്ങളെ ബോധിപ്പിക്കാം. ആദ്യത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 55-56 വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല എന്നൊരു വാഗ്ദത്തം സ്തോത്രം പിതാവായ ദൈവം പറഞ്ഞിരുന്നു. അത് തകർത്ത് കളയാൻ, ആ വാഗ്ദത്തം തകിടം മറയ്ക്കാൻ ഈ ലോക ശക്തികൾ ശ്രമിച്ചു. പക്ഷേ അവർ പരാജയപ്പെട്ടു. വാഗ്ദത്തം ചെയ്തവനും വാഗ്ദത്തം കേട്ടവനും ജയിച്ചു. സ്തോത്രം. അതിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. ആദ്യത്തെ വാക്ക് വായിച്ചു, ഞാനൊരല്പമായി നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരാം. വായിച്ചാട്ടെ, മത്തായി 26:55-56. ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിലിരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. നോക്കൂ സ്തോത്രം, സംഭവം നടക്കുന്നത് ഗെത്സമന തോട്ടത്തിലാണ്. യേശുക്രിസ്തു തന്റെ അവസാനത്തെ പെസഹ രാത്രി യെരൂശലേം പട്ടണത്തിന് നടുവിലുള്ള മാളിക മുറിയിൽ പെസഹ ആചരിച്ച അനന്തരം ആ കോണിപ്പടികൾ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം തൻ്റെ അരിമ ശിഷ്യന്മാരെ കെട്ടിപ്പിടിച്ച് ഒരുപക്ഷെ അവരുടെ നെറ്റിയിൽ ചുടുചുംബനം കൊടുത്തിട്ട് സ്തോത്രം പാടിയിട്ട് താൻ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, സ്തോത്രം, ആ സമയത്താണ് ഞാൻ ആദ്യം ആമുഖത്തിൽ ഓർപ്പിച്ചുള്ള യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പട്ടാളക്കാരെയും റോമൻ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരുടെ ആളുകളെയുമായി കൂട്ടി വരുന്നത്. യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. യേശുവിനെ അവർ കയറി പിടിച്ചു. ആ സമയത്ത് സംഭവിച്ച കാര്യം യേശു പറയുന്ന വാക്കാണ്. ഒന്നോടെ എന്നെ ശ്രദ്ധിച്ചേക്കണം. പറയുന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. എന്താ അവിടെ പറഞ്ഞത്? ഒരു കള്ളന്റെ നേരെ എന്ന വണ്ണം, അങ്ങനെയല്ലേ വായിച്ചത്? ഒരു കള്ളന്റെ നേരെ പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും മടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ നിന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പിടികിട്ടാപ്പുള്ളിയായിട്ട് മുങ്ങി നടന്ന ഒരാളല്ലല്ലോ. ഇന്നലെ കൂടി ഈ പെസഹായുടെ സമയത്ത് കൂടി ഞാൻ യെരൂശലേമിൽ നിങ്ങളുടെ ദൈവാലയത്തിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവാലയ പരിസരത്ത് ഞാൻ ഉണ്ടായിരുന്നിട്ടും അവിടെ വെച്ചൊന്നും നിങ്ങൾ എന്നെ പിടിക്കാതെ ഒരു കള്ളനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലെ നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ എൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ ഒരു അജണ്ട തയ്യാറാക്കി ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ലല്ലോ, ഞാൻ മുങ്ങി നടന്ന ആളല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് യേശു ഒരു ഗദ്ഗതത്തോടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടത് സംഭവിച്ചു എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടിട്ട് ഓടിപ്പോയി. ഒന്ന് ശ്രദ്ധിക്കണം, യേശു പറഞ്ഞ വാക്ക് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് തന്നെ പ്രവചിച്ചു പറയാം, ചില പ്രവചനങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. അത് നിറവേറണമെങ്കിൽ നീ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കണം. ഇതിൻ്റെ പുറകിൽ ചില പ്രവചന നിറവേറലുകൾ നടക്കും. പണ്ട് ദൈവം പറഞ്ഞു വെച്ചിരുന്ന പല വാഗ്ദത്തങ്ങളും നടക്കണമെങ്കിൽ അസാധാരണ മയങ്ങിയും തൂങ്ങിയും പോയിക്കൊണ്ടിരുന്ന ലെവലിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് ദൈവത്തിന് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ, നിന്നെ ഒരു കള്ളനെ പോലെ ചില ആളുകൾ കാണണം. അങ്ങനെയല്ല യേശു പറഞ്ഞത്, ഒരു കള്ളന്റെ നേരെ എന്ന വണ്ണം. ഹല്ലേലൂയ. ഒരു കള്ളനെ പോലെ നിന്നെ കാണുമ്പോൾ നീ ഓർത്തോരണം, ചില പ്രവചനങ്ങൾ നടക്കാൻ പോകുക, നീ തീരാൻ പോകുകയല്ല. ഇവിടെ ഭയങ്കര നാടകീയ രംഗങ്ങളാണ്. യൂദാസ് മുമ്പിൽ വരുന്നു, അതിന്റെ പുറകെ നീളം കുപ്പായക്കാരായ മഹാപുരോഹിതർ വരുന്നു, അതിന്റെ പുറകെ യൂണിഫോം ധാരികൾ വരുന്നു. ഇവരെല്ലാരും കൂടി വന്നിട്ട് ഒരു വല്ലാത്ത രംഗം ഇവിടെ ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് മുട്ടടിച്ച് ഹല്ലേലൂയ എല്ലാം ഇട്ടെറിഞ്ഞിട്ടങ്ങ് വീണു പോകുമെന്ന പിശാച് വിചാരിച്ചത്. ആരോടാ കളിക്കുന്നത്? അഖിലാണ്ട സൃഷ്ടാവാണവൻ. അവൻ പറഞ്ഞു, ഈ സംഭവങ്ങൾ ചില പ്രവചനങ്ങൾ നടക്കാനുള്ള വേണ്ടി മാത്രമാണ്, അതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് യേശുവിന് മനസ്സിലായി, പക്ഷെ കൂടെ നിന്നവർക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ട് അവർ
ഇട്ടിട്ട് ഓടിപ്പോയി. ആര്? പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, പീലിപ്പോസ്, യാക്കോബ്, മത്തായി, സ്തോത്രം തുടങ്ങിയ അവരെല്ലാവരും അവനെ ഇട്ടിട്ട് ഓടിപ്പോയി. പ്രവചനം ഇതാണ്, ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചാൽ ആ ശവം ഒന്ന് ഏറ്റുവാങ്ങാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ വീട്ടുകാർ അവന് ഭൂതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കർത്താവിൻ്റെ സ്തോത്രം മതമാണ് യഹൂദ മതം. അവരാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. റോമൻ സർക്കാരാണ് സ്തോത്രം അവൻ വന്ന രാഷ്ട്രം ഭരിക്കുന്നത്. അവരാണ് അവനെ ശിക്ഷിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ വീട്ടുകാരും അവൻ്റെ സമൂഹവും രാഷ്ട്രവും എല്ലാം എതിരായി നിൽക്കുമ്പോൾ ആരെങ്കിലും ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പത്രോസ്, യോഹന്നാനൊക്കെയാ. അവര് പേടിച്ചിട്ട് ഇട്ടിട്ട് പോയി. അവരിട്ടിട്ട് പോയപ്പോൾ സാത്താൻ വിചാരിച്ചത് ഇനി ശവം പോലും ഏറ്റെടുക്കാൻ ആളും കാണുകയല്ല. അതുകൊണ്ട് ഇത് അവിടെ കിടന്ന് ഉണക്കമീൻ ഉണങ്ങുന്നത് പോലെ ഉണങ്ങിപ്പൊക്കോളും, ദ്രവത്വം കണ്ടോളൂ എന്നാണ് വിചാരിച്ചത്. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഓർത്തോളണം, പുറകിൽ വാഗ്ദത്തം കിടക്കുന്നുണ്ട്. അതവിടെ കിടക്കുന്നിടത്തോളം കാലം ആരൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയാലും, ആരൊക്കെ കള്ളനെ പോലെ ചാപ്പ കുത്തിയാലും, തൻ്റെ തിരുസഭയെ ദ്രവത്വം കാണാൻ സമ്മതിക്കാത്ത ദൈവം ഇന്ന് രാത്രി 100ാമത്തെ കൺവെൻഷനിൽ ആളത്വത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ അവന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ പറയണം, ഞാൻ അവന്റെ സഭയുടെ ഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവിടെ സംഭവിച്ചത്, എല്ലാവരും ഇട്ടിട്ട് പോയി. ഒരു കള്ളനെ പോലെ അവരിടപെട്ടു. അതായിരുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസ് 15-ാം അധ്യായം 42 മുതൽ 44 വരെ 3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. 15-ാം അധ്യായം 42, 43, 44 വാക്യങ്ങൾ വായിച്ചാട്ടെ. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമഥ്യയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് ശ്രദ്ധിച്ചു. രണ്ടാമത്തത് സുവിശേഷകനായിരിക്കുന്ന മർക്കോസ് എഴുതിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗെത്സമനയിൽ വെച്ച് ഉത്തരവാദിത്തപ്പെടേണ്ടവരെല്ലാം ഇട്ടിട്ട് പോയി. യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് ക്രൂശിച്ചു. സ്തോത്രം. കാൽവരിക്കുന്നിൽ തലയോടിയുടെ മലമുകളിൽ കർത്താവിനെ ക്രൂശിച്ചു, നട്ടുച്ച വെയിലത്ത്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരിൽ ചേർന്ന് നിന്നവരൊക്കെ പോയെങ്കിലും, ഞാൻ ഇങ്ങനെ പറയാം, ശത്രുപാളയത്തെ ഞെട്ടിച്ചുകൊണ്ട് അവരാരും വിചാരിക്കാത്ത ഒരു ശ്രേഷ്ഠൻ രംഗത്ത് വരുന്നു. സ്തോത്രം. അത് മറ്റാരുമല്ല, അരിമത്യക്കാരൻ യോസേപ്പ്. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവൻ ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസേപ്പ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ വന്ന് പീലാത്തോസിനോട് ചോദിക്കുകയാണ്, ഇന്ന് 3 പേരെ കുറ്റാരോപിതരാക്കി ക്രൂശിച്ചു. അതിൽ നടുവിൽ ക്രൂശിച്ച യേശു എന്ന മശിഹ, ആ മശിഹായുടെ മൃതശരീരം സംസ്കാരത്തിന് വേണ്ടി വിട്ടുതരണം. ഞാൻ ഇങ്ങനെ പറയാം, മറ്റേത് 12 പേരല്ല, ഇനി 1200 പേരുണ്ടെങ്കിലും പ്രമാദമായിരിക്കുന്ന ഒരു കേസിൻ്റെ ഭാഗമാണ് ഈ ശരീരം. അങ്ങനെ ഇങ്ങനെയൊന്നും ഈ ബോഡി വിട്ടുതരികയല്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിനറിയാം, ചോദിക്കേണ്ടവൻ ചോദിച്ചാൽ വിട്ടുതരുമെന്ന്. നീ വിശ്വസിക്കും, നീ കാണാത്ത ചിലരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെയും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നിന്ന് കളം മാറി ചവിട്ടാതെ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കാമെങ്കിൽ കാണാൻ പോകുന്നത് ഇന്ന് രാത്രി കണ്ണുകൊണ്ട്, അകക്കണ്ണുകൊണ്ട് കണ്ടോ. നീ വിചാരിക്കാത്ത ചിലരെ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, നിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാവി കാലത്തിന് വേണ്ടി സർവശക്തനായ ദൈവം ആരും കാണാതെ മറച്ചു വെച്ചിരിക്കുന്ന ചിലരെ എൻ്റെ ദൈവം രംഗത്ത് കൊണ്ടുവരാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്.
ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി യോഗത്തിന് വാഗ്ദത്തം എന്ന് പേരിടലായിരുന്നു. ഈ പേരിട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഞാൻ ഈ ദൂതും കൊണ്ടല്ല ഇവിടെ വന്നത്. സ്തോത്രം. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇവിടെ ചില കാര്യങ്ങൾ ഞാനാ നിറവേറ്റാൻ പോകുന്നത്. അത് നിറവേറുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, വിചാരിക്കാത്ത ചിലരെ സ്വർഗം എഴുന്നേൽപ്പിച്ച് വാഗ്ദത്തം നിറവേറ്റുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ ആരാധ്യനാണെന്ന് അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവർ അവരിന്ന് രാത്രി സ്തോത്രം ചെയ്തോ. അവരാണ് മഹാദൈവം. ഹല്ലേലൂയ, കൃപ, ഹല്ലേലൂയ. എന്നെ അവിടെ ഏറ്റവും ഞെട്ടിപ്പിച്ചത് എന്താണെന്നറിയാമോ? യോസേഫ് എന്ന് ബോഡി ചോദിക്കുന്നു. 3 പേരുടെയും കൂടി മൃതശരീരം തരാനല്ല പറഞ്ഞത്, യേശുവിന്റെ ബോഡിയാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന മാത്രയിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മോൾ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 44-ാമത്തെ വാക്യം വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. അവിടെ എഴുതിയിരിക്കുന്നു, പീലാത്തോസിനോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു വാക്ക്, പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യപ്പെട്ടത് യോസേപ്പ് വന്ന് ബോഡി ചോദിച്ചത് കൊണ്ടല്ല. വാക്യം ശരിക്കും വായിച്ചാൽ മനസ്സിലാകുന്നു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആശ്ചര്യപ്പെട്ടിട്ട് എന്താ ചോദിച്ചത്? നീയും അവനുമായിട്ട് എന്താ ബന്ധമെന്നാണോ ചോദിച്ചത്? മിണ്ടുന്നില്ല നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നിനക്കെന്നാ കാര്യം അവനായിട്ടല്ല ചോദിക്കേണ്ടത്. അതല്ലല്ലോ ചോദിച്ചത് എന്താ? അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ? അതിനർത്ഥം എന്താ? മരിക്കാനല്ലേ അപ്പൊ ക്രൂശിച്ചേ? ഇയാളൊരു ഗവർണറല്ലേ, ജഡ്ജിയല്ലേ? ഞാൻ കാര്യം പറയാം. ആരോഗ്യദൃഢഗാത്രനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂശിച്ചാൽ, പീലാത്തോസ് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ആളെ ക്രൂശിക്കുന്നത്. ആരോഗ്യമുള്ള ഒരാളെ ക്രൂശിച്ചാൽ ശരാശരി വൈദ്യശാസ്ത്രം പറയുന്നു ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ എടുക്കും ആള് മരിക്കാൻ. അതുകൊണ്ടാണ് മറ്റേ 2 കള്ളന്മാര് നേരത്തെ മരിക്കാനാണ് അവന്റെ കാല് തല്ലി ഓടിച്ചത്. അപ്പൊ ഇതിനകത്തൊരു കളി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? യേശുവിനെ ക്രൂശിച്ചത്, ദൈവദാസന്മാർക്കെങ്കിലും അറിയാം, നിങ്ങൾ ബൈബിൾ സ്കോളേഴ്സും ടീച്ചേഴ്സും അല്ലേ, യേശുവിനെ ക്രൂശിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം ഒരു പ്രത്യേക ദിവസമായിരുന്നു. അതിനെക്കുറിച്ച് വേദവസം പറയുന്നത് ഇങ്ങനെയാണ്: ശബത്ത് നാളിന്റെ തലേ ദിവസമായ ഒരുക്ക നാളിലാണ് ക്രൂശിക്കുന്നത്. അങ്ങനെയല്ലേ വായിച്ചിരിക്കുന്നത്? സ്തോത്രം. ശബത്തിന്റെ പ്രത്യേകത പറയാം. ക്രൂശിക്കപ്പെടുന്നത് ഒരു യഹൂദനാണെങ്കിൽ ക്രൂശീകരണത്തിന് ശേഷം ശബത്ത് ആരംഭിച്ചാൽ പിന്നെ ശബത്ത് തീരാതെ ശരീരം ക്രൂശയെന്ന് എടുക്കാൻ പാടില്ല. അത് യഹൂദന്റെ നിയമം. റോമൻ സർക്കാരിന്റെ നിയമം, ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ വിധിച്ചാൽ ജഡ്ജി കൂലങ്കക്ഷമായി പരിശോധിക്കണം. പക്ഷം പിടിച്ചോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനോ ക്രൂശിക്കരുത്. ഏറ്റവും വേദനാജനകമായിരിക്കുന്ന, സീരിയസ് ആയിരിക്കുന്ന ശിക്ഷാ നടപടിയാണത്. അതുകൊണ്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ചാൽ ഇവൻ ക്രൂശീകരണത്തിന് യോഗ്യനാന്ന് തെളിയണം. അങ്ങനെ ക്രൂശിച്ചാൽ മരണം ഉറപ്പാക്കാതെ ക്രൂശയെ നിറക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റോമൻ കോടതിയിലെ നിയമസംഹിതയുടെ ചെറിയ പകർപ്പുകളാണ് ഇന്ന് ലോകത്തിലെ സകല കോടതികളിലും ഇരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ കർത്തദാസന്മാരെങ്കിലും? റോമ സർക്കാരിന് കിട്ടിയത് നമ്മുടെ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നാണ്. അവരാണത് ഇത് കുത്തിക്കുറിച്ചുണ്ടാക്കിയത്. അതിൽ നിന്നാണ് ഇവിടുത്തെ സകല കോടതികളും വിധിപ്പകർപ്പുണ്ടാക്കിയത്. അതുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു പ്രതിയെ തൂക്കിലിടുമ്പോൾ ഇന്നും വിധിക്കുന്നത് ഇങ്ങനെയാണ് ജഡ്ജി: മരണം വരെ തൂക്കിലിടണം. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? തൂക്കിലിട്ടാൽ മരിക്കും എന്ന് എല്ലാവർക്കും അറിയില്ലേ? പിന്നെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്, കുറ്റാരോപിതൻ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടു എന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ അവന്റെ മരണം ഉറപ്പാക്കേണ്ടത് അദ്ദേഹമാണ്. അപ്പൊ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ മരിക്കണമെങ്കിൽ, 33 വയസ്സുകാരൻ മരിക്കണമെങ്കിൽ, പുകവലിച്ചും കള്ളടിച്ചും കരള് ഒക്കെ പോയി സ്തോത്രം അവസാനം ചുമച്ചും കുരച്ചും മെഡിക്കൽ കോളേജിൽ കിടന്ന് ചത്തവനാണോ യേശു? അല്ലല്ലോ. ആരോഗ്യമുള്ള 10,000 സുന്ദരൻ, അവൻ മരിക്കാൻ ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോഴേക്കും ശബത്ത് തുടങ്ങും. ശബത്ത് തുടങ്ങിയാൽ പിന്നെ മൃതശരീരം എടുക്കാൻ പറ്റിയല്ല. ഇത് വലിയ ശബത്താ. അത് കഴിയുമ്പോഴേക്കും ഒരു പകല്, ഒരു രാത്രി, അടുത്ത പകല്, ഇത്രയും സമയം കഴിയുമ്പോഴേക്കും അറവുശാലയിൽ ഒരു മൃഗത്തിന്റെ ഇറച്ചിത്തുണ്ടൻ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ തൊലി പൊളിച്ച് കിടക്കുന്ന യേശുവിൻ്റെ മൃതശരീരം ഇൻഫെക്റ്റഡായി പഴുത്തൊലിച്ച് അടുത്ത് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മൂക്കുപൊത്തി ആരെങ്കിലും ഇനി അടക്കാൻ വന്നാലും അങ്ങനെ വേണ്ടി വരും. അല്ല, അതിനു മുമ്പ്
യേശു പറഞ്ഞു, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന് പറഞ്ഞതുപോലെ ആകാശത്തിലെ കഴുകന്മാർ വന്ന് ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ മൃതശരീരം കൊത്തിവലിച്ച് തിന്ന് തീർക്കും. ദുഷ്ടശക്തി ഇത് ലോകം കാണണം. യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായി ഇവിടെ വന്നവൻ്റെ ഗതി ഇതാണെങ്കിൽ നിനക്കും ഇതായിരിക്കുന്നു. ലോകം കാണാൻ വേണ്ടി അങ്ങനെ ഒരു അജണ്ട തയ്യാറാക്കി ഇവൻ്റെ ശരീരം ക്രൂശേ കിടന്ന് പഴുത്ത് തീരണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കർത്താവ് 7 മൊഴികൾ പറഞ്ഞ് അവസാനത്തെ മൊഴി പറഞ്ഞിട്ട് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. സ്വന്തം തോളിലേക്ക് തലചായ്ച്ചിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ എടുത്ത് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നേ. അതിനർത്ഥം എന്താ? എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ ക്രൂശേ കിടന്നില്ല. അവൻ അപ്പന്റെ കയ്യിലേക്ക് പ്രാണനെ എടുത്തു കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ കാല് തല്ലി ഒടിക്കണേ വന്നില്ല, ശബത്ത് വരെ കാത്തും കിടന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ശത്രുവിൻ്റെ പല തന്ത്രങ്ങളും ദൈവത്തിൻ്റെ ശരീരമാകുന്ന തിരുസഭ ഇവിടെ പഴുത്ത് നാറുന്നത് കാണണമെന്ന് ആഗ്രഹിച്ച് പലരും സമയം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദ്രവത്വം കാണുകയില്ലെന്ന് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ അവൻ ആ വാക്ക് നിറവേറ്റാൻ വിശ്വസ്തനാണെന്ന് ഈ രാത്രി നിങ്ങൾക്ക് ആവേശത്തോടെ ഈ വാഗ്ദത്ത കാലത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവം അതിന്റെ നിറവേറലുകൾ ടൈമിംഗ് സാത്താന്റെ കയ്യിലല്ല. Holy Spirit, സമയം നിശ്ചയിക്കുന്നത് പിശാചല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി അധികാരത്തോടെ പറയുന്നു, കള്ള പിശാചേ, അതിന് കൂട്ടുനിൽക്കുന്ന ദുഷ്ടലോകമേ, നിന്റെ കയ്യിലല്ല ദൈവസഭയുടെ സമയം. അത് മുഴുവൻ നിയന്ത്രിക്കുന്നത് അഖിലാണ്ട സൃഷ്ടാവാണ്. അവനാണ് നിശ്ചയിക്കുന്നത് എപ്പ മരിക്കണോ, എപ്പ എഴുന്നേക്കണോ, എപ്പ തീരണമെന്ന്. അതുകൊണ്ട് പീലാത്തോസ്, ഞാൻ ഒരു ദൂതോടെ പറയാം, എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ സംഭവം ഏത് ദ്രവത്വം കാണുകയില്ല എന്ന് പറഞ്ഞ ഈ സംഭവം, സ്തോത്രം, ഹല്ലേലൂയ, ഇതൊരു വലിയ സ്തോത്രം. ഇത് നിന്നെ വിധിച്ച് തള്ളിയവനെ ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു മടങ്ങി വരവ് നടത്തും ദൈവം. സ്തോത്രം. അവൻ വിധിച്ചവനെ ആശ്ചര്യപ്പെടുത്തിയെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നിന്നെ വിധി പറഞ്ഞവരെ ആശ്ചര്യപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് സ്വർഗം കാര്യങ്ങളെ നീക്കാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ഉറപ്പ് പറയാം. ഒരു വാക്യം കൂടി വായിച്ചൊരു 3 മിനിറ്റ് കൂടി എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ വാക്യം കൂടെ. യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം ഞാൻ മനഃപൂർവ്വമായിട്ട് വിട്ടുകളയാം, സമയം അതിക്രമിക്കുന്നത് കൊണ്ട്. ഒരു വാക്യം കൂടി വായിക്കാം. അത് സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. 23-ാം അധ്യായത്തിന്റെ 50 മുതൽ വായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും സമയം പോയത് കൊണ്ട് അത്രയും വായിക്കണ്ട, 50 മുതൽ വായിക്കണ്ട. ഒരു സ്തോത്രം ആ സുവിശേഷത്തിന്റെ ഒരു 52-ാമത്തെ ഒക്കെ വാക്യം, 52-ാമത്തെ വാക്യം വായിച്ചാൽ മതി. യേശു 23-ാമത്തെ അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വച്ചു. അടുത്ത വാചകം കൂടെ. അന്ന് ഒരുക്കനാൾ ആയിരുന്നു. അടുത്ത വാചകം. ശബത്തും ആരംഭിച്ചു. ശബത്തും. നിങ്ങളുടെ ബൈബിൾ തുറന്നായിരിക്കുന്നെങ്കിൽ ആ വാക്യത്തിലേക്ക് വായിച്ചേ. ശബത്ത് ആരംഭിച്ചെന്നല്ല, ലാഘവത്തോടെ ചുമ്മാ ശബത്ത് ആരംഭിച്ചെന്നല്ല, പിന്നെ അതിനൊരു പൂജ്യമായിട്ടുണ്ട്. ശബത്തും അതിന് ഊന്നൽ കൊടുത്തിരിക്കുക. എൻ്റെ കാരണം എന്താ? കാരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കേട്ടോ. യേശുക്രിസ്തുവിനെ യോസേപ്പ് ക്രൂശിയ നടക്കാനുള്ള അനുവാദം വാങ്ങി. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വാക്യം ഞാൻ അങ്ങ് പറയാം. 19-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങൾ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. അവിടെ നിക്കോദീമോസും കൂടെ 100 റാത്തൽ സുഗന്ധദ്രവ്യവുമായിട്ട് കയറി വരികയാണ്. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദ പ്രകാരം അവനെ അടക്കുകയാണ്. സ്തോത്രം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, 2 മിനിറ്റോടെ. ഇവിടെ നമ്മൾ വായിച്ചു, യേശുക്രിസ്തുവിന്റെ മൃതശരീരം വിട്ടുകൊടുത്തു. ആ ശരീരം ക്രൂശിയെ നിറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു. യോസേപ്പ് നിക്കോദീമോസും കൂടെയാണ് ശവമടക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച മലയും ആ മലയോട് ചേർന്നൊരു തോട്ടവും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറ. ഇതൊക്കെ ദൈവം തമ്പുരാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ.
നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഇന്നത്തെ പെന്തിക്കോസുകാരുടെ ശവക്കോട്ട പോലെ സഭ നിങ്ങൾക്ക് അല്ലിയൂരും ശവക്കോട്ട അങ്ങ് നിലമ്പൂരും ആണെങ്കിലും അങ്ങനെയല്ലേ? സ്തോത്രം. ആംബുലൻസ് മോർച്ചറി ഇല്ലാത്ത കാലത്ത് ഈ സാധനം ചുമന്നുകൊണ്ട് പോകുമ്പോഴേക്കും ശവത്തെ ആരംഭിക്കും, പിന്നെ അടക്കം നടക്കുകയല്ല. ദൈവം എത്ര മഹാന! അവനെ ക്രൂശിക്കുന്ന മല അതിൻ്റെ തൊട്ടപ്പുറത്തെ തോട്ടത്തിൽ എടുത്തങ്ങ് വെച്ചാൽ മതി. അങ്ങനെ കല്ലറ പണിതിട്ടു. ഇവർ രണ്ടുപേരും കൂടിയാണ് അടക്കുന്നത്. അടക്കി കല്ലുരുട്ടി വെച്ചു. നമ്മളെ വായിച്ച വാക്യം ശബത്തും ആരംഭിച്ചു. അതിനർത്ഥം അടക്കം തീരുന്നതിനേക്കാൾ മുമ്പ് ശബത്ത് ആരംഭിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ചുമ്മാ ഞാനൊരു വാക്കെൻ്റെ കർത്താവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. ആരോരുമില്ലാത്ത ഒരുവനെ പഞ്ചായത്തിൽ കൊണ്ട് കുഴിച്ചിടുന്ന പോലെ ചുമ്മാ മണ്ണ് വെട്ടി അടക്കിയെന്നല്ല, യഹൂദൻ്റെ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അടക്കി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിതാവായ ദൈവത്തിന് അവന് വേണ്ടി നിന്നവരോടൊരു മര്യാദയുണ്ട്. ഈ ലോകത്തിൽ ആരൊക്കെ മര്യാദകേട് കാണിച്ചാലും വാഗ്ദത്തം ചെയ്തവൻ മര്യാദകേട് കാണിക്കുകയില്ല. അവനൊരു മര്യാദയുണ്ട്. ആ മര്യാദ പ്രകാരം തന്നെയാണ് കഥ അവസാനിക്കുകയുള്ളൂ. അല്ലാത്ത നിലവാരത്തിൽ ഏതൊക്കെ വിധത്തിൽ ദുഷ്ടനായ പിശാച് നോക്കിയാലും സ്തോത്രം അതിനെ ഇല്ലാതാക്കാൻ ദൈവം അനുവദിക്കുകയില്ല. എന്താണ് ആ മര്യാദ? അടക്കാൻ വന്ന ആരാ? ഒരുപാട് ജനക്കൂട്ടം ഇല്ല, ബാൻഡ് മേളക്കാരില്ല, സ്തോത്രം പബ്സ് കൊടുക്കാൻ ആൾക്കാരില്ല, കാറ്ററിംഗുകാരില്ല, ആരുമില്ല. പക്ഷെ നിങ്ങൾ നോക്കണം, ആരാ അടക്കാൻ വന്നത്? സ്തോത്രം ഹല്ലേലൂയ. ഏതെങ്കിലും സ്തോത്രം ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഈ സർവീസ് ചെയ്യുന്ന 5000 രൂപ മേടിച്ചിട്ട് കൂലിക്ക് ചെയ്യുന്നവരല്ല വന്നത്. പിന്നെ ആരാ വന്നത്? 2 പേരാണ്. ഒന്ന് യഹൂദ മതത്തിൻ്റെ റബ്ബിയാണ് നിക്കോദീമോസ്. 2 റോമൻ സർക്കാരിൻ്റെ പ്രധാന മന്ത്രിയാണ് യോസേപ്പ്. എന്തുകൊണ്ടാണ് ദൈവം ഇവരെ 2 പേരെ നിർത്തിയത്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ പൊന്നെ മൂരെ കുന്തിരിക്ക 3 കാര്യങ്ങൾ കാഴ്ചവെച്ചു. അത് 3ഉം നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അവൻ രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്, എൻ്റെ നിഴലാണ്. സ്തോത്രം. തുടക്കത്തിൽ രാജാവും പുരോഹിതനും പ്രവാചകനൊക്കെ ആയിട്ട് ഒടുക്കത്തിൽ അവനെ കൊണ്ടുപോയി ആർക്കും വേണ്ടാത്തവനായി ദൈവം കളഞ്ഞില്ല. അതാ മര്യാദ എന്ന് പറഞ്ഞത്. അവസാനം അവൻ്റെ അടക്കത്തിന് അവൻ പുരോഹിതനും പ്രവാചകനുമായതുകൊണ്ട് യഹൂദ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റബിയെ എൻ്റെ ദൈവം പ്രതിനിധിയായി അവിടെ കൊണ്ടുവന്നു. അവൻ രാജാവായതുകൊണ്ട് രാജകീയ സദസ്സിലെ പ്രധാനമന്ത്രിയെ അവിടെ പ്രതിനിധിയായി കൊണ്ടുവന്നു. ഇവരെ 2 പേരെ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ടാണ് യേശുവിൻ്റെ മുഖശീല വലിച്ചിട്ടിട്ട് അവരെ കൊണ്ട് ശവം അടക്കിപ്പിച്ചത്. അത് ദൈവത്തിൻ്റെ മര്യാദയാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ പ്രവചനം ഇതാണ്: ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. യേശുക്രിസ്തുവിൻ്റെ കല്ലറക്കകത്തേക്ക് ദൂതന്മാർ സ്തോത്രം അവരെ വിളിച്ചു കയറ്റി. അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ടതെന്താണെന്നറിയാമോ? അവനെ ചുറ്റിയിരുന്ന റൂമാലെല്ലാം കൂടി അഴിച്ചവിടെ മടക്കി വെച്ചിരിക്കുന്നു. അവൻ്റെ തറയിൽ ചുറ്റിയിരുന്ന ആ റൂമാല് മടക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കിയേ. സ്തോത്രം 3 ദിവസം ശവം സ്തോത്രം അടക്കിയ ആ തുണി അതിവിടെ ചുറ്റി വെച്ചിട്ട് ഈ ശവം പഴുത്തായിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കേട്ടിട്ട് പോകാവൂ, പഴുത്തായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന അഭ്യസ്ത വിദ്യരായ സാറന്മാരെ, ഹല്ലേലൂയ, ആ ശീലക്കകത്ത് തൊടാൻ പറ്റുമായിരുന്നോ? കാരണം അതിനകത്ത് മുഴുവൻ പഴുപ്പും ചലവുമായിട്ട് മൂക്ക് പൊത്തണ്ട വന്നേനെ. അതിനകത്ത് അങ്ങനെ ഒരു സ്ഥിതി വരാതിരുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞ വാക്ക് ദൈവം പാലിച്ചു. അവൻ്റെ പുത്രൻ ദ്രവത്വം കാണാതെയാണ് ഉയർത്തത്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഏതൊക്കെ ശക്തികൾ തിരുസഭയുടെ ഒരു ഭാഗമായി നീ ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ആഭിചാരം കൊണ്ടോ ക്ഷുദ്രം കൊണ്ടോ കള്ളപ്രചരണം കൊണ്ടോ ദുഷ്ടലാക്ക് കൊണ്ടോ പണം കൊണ്ടോ തൻ്റെ ജനത്തെ ദ്രവത്വം കാണിപ്പിക്കാൻ അടരാടി നിന്നാലും അതിനെ അനുവദിക്കാത്ത ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ അനന്തമായി ചൊരിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മനസ്സ് തുറന്ന ആവേശത്തോടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ.
ആ സ്തോത്രം ചെയ്തവരെല്ലാം 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും ഇപ്പോൾ ധൃതി പിടിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങരുത്. ഞാൻ ഇത്രയും ദൂരം ഓടി വന്നു, ഇനി സ്തോത്രം വളരെ ദൂരം ഓടിപ്പോണം. ഞാൻ വീട്ടിലെത്തുമ്പോൾ 2 മണി 2:30 മണിയെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. അത്രയും ദൂരം നിങ്ങൾക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒരു വാക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാനാണ് നിങ്ങളോടൊന്ന് എഴുന്നേക്കാമെന്ന് ചോദിച്ചത്. ഈ രാത്രിക്കാലം ഞാൻ ഓടിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെന്ത് പറയുന്നു? ചില കാര്യങ്ങൾ ദ്രവത്വം കണ്ടേ അവസാനിക്കത്തുള്ളൂ. നീ ഒരു കഥയില്ലാത്ത കഥയായി തീരണമെന്ന് ആരൊക്കെയോ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് രാത്രി തെളിവുകൾ ശേഷിപ്പിച്ചുകൊണ്ട് മര്യാദയ്ക്കൊട്ടും കുറവ് വരുത്താതെ എൻ്റെ ദൈവം എന്നോടുള്ള വാഗ്ദത്തം നിറവേറ്റി. ഞാൻ കർത്താവിനെ വിശ്വസിച്ച് ദൈവസഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് കർത്താവിൻ്റെ സഭയെ പൊന്നുപോലെ സൂക്ഷിക്കാം. അരിമത്തിയിലെ യോസേപ്പിനെ പോലെ, നിക്കോദീമോസിനെ പോലെ ഈ ശരീരം ദ്രവത്വം കാണാതിരിക്കാൻ, അങ്ങയുടെ തിരുസഭയാകുന്ന സ്പിരിച്വൽ ബോഡിക്ക് ഒരു കോട്ടം വരാതിരിക്കാൻ ഞാൻ ആ കൂടെ നിൽക്കാം എന്ന് വിശ്വസിച്ച് പറയുന്ന ദൈവമക്കൾ സ്വർഗത്തിലേക്ക് കരമൊന്ന് ഉയർത്താമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം രക്ഷിക്കപ്പെടാമോ എന്നല്ല, സ്നാനപ്പെടാമോ എന്നല്ല. കർത്താവിൻ്റെ സഭയെ ദ്രവത്വം കാണിപ്പിക്കാൻ ഇവിടെ ഒരു വലിയ കൂട്ടം അടരാടുമ്പോൾ ഞാനാക്കിയ, എനിക്ക് സമാധാനം തന്ന്, എന്നെ വചനം പഠിപ്പിച്ച, എന്നെ രക്ഷിച്ച തിരുസഭയ്ക്ക് ദ്രവത്വം കാണാൻ ഞാൻ കൂട്ടുനിൽക്കത്തില്ല എന്ന് പറയുന്നവരെ കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രതിജ്ഞാബദ്ധരാകുന്ന പക്ഷം സ്വർഗം അത് തെളിയിക്കും. ആ കരമുയർന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ആദ്യം ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ വടക്കേ ഇന്ത്യൻ മിഷണറിമാരുണ്ട്. ഞങ്ങൾ കരമുയർത്തി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ സാക്ഷി നിർത്തി ഭാരതത്തിലെ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകളെ ദ്രവത്വം കാണിപ്പിക്കാൻ ഏത് ശക്തികൾ പോരാടിയാലും മറിയെ പോലെ കരഞ്ഞും പ്രാർത്ഥിച്ചു ദ്രവത്വം കാണാൻ സമ്മതിക്കാത്ത, കാഹളം ധ്വനിക്കുന്നത് വരെയും ദ്രവത്വം കാണാൻ സമ്മതിപ്പിക്കാത്ത ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഭാരതത്തിലെ സഭകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. നാഥ, ഒരുപാട് പോരായ്മകൾ, ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട്. ഈ കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ചില യോസേപ്പുമാരെ എഴുന്നേൽപ്പിക്കണമേ, ചില നിക്കോദീമോസുമാരെ എഴുന്നേൽപ്പിക്കണമേ. എല്ലാവരും പഴിക്കുന്നവരും നിന്ദിക്കുന്നവരും ഇട്ടിട്ടോടുന്നവരും ഉത്തരവാദിത്ത രാഹിത്യമുള്ളവരുമായി മാറുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ മലയാളി സഭയ്ക്ക് ചില യോസേപ്പുമാരെയും നിക്കോദീമോസുമാരെയും സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യണമേ കർത്താവേ. കർത്താവേ, ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരും കൂടി കരമുയർത്തി 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉണർവ് കെട്ടുപോകാതെ, ഇതിൻ്റെ ആവേശം കുറഞ്ഞു പോകാതെ, ഇതിലെ എണ്ണ കുറയാതെ, കരിന്തിരി കത്താതെ, യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയോട് അങ്ങേക്കൊരു മര്യാദയുണ്ട്. അതിലൊരു കുറവും വരാതെ, ദ്രവത്വം കാണാതെ ദൈവം കാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ, ഇവിടെ വന്നവരെ, ഈ നാടിനെ, ഈ സുവിശേഷത്തിന്റെ ഭാഗമായവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്മാരെ പ്രത്യേകം ഓർക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ